ഞാൻ എൻ്റെ ലൈഫാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവരെ, കാരണം അതിൻ്റെ രൂക്ഷമായ ആക്രമണങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ വരത്തില്ല എന്ന് വിചാരിച്ച് പണ്ട് തമ്പാനൂർ വെച്ച് ഒരു അച്ഛനും അമ്മമ്മയും കൂടെ എങ്ങനെ ചോദിച്ചു, സുരേഷ് ബാബു അല്ലയോ? സാധാരണ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരാളിനെ കണ്ടാൽ ബ്രദർ, സിസ്റ്റർ, പാസ്റ്റർ, ദേവദാസൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേര് പറയുന്നത്. ഇതങ്ങനെയല്ല. സുരേഷ് ബാബു അല്ലയോ, ഇപ്പോഴും ശുശ്രൂഷ ഉണ്ടോ, മനസ്സിലായ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ആയതുകൊണ്ട് കേരളത്തിൽ ഞാൻ വരത്തില്ല. പിന്നെ ഈ മനുഷ്യൻ്റെ പേരാണ് എന്നെ ഇവിടെ എത്തിച്ചത്, അഭിമന്യു. എനിക്കത് കേട്ട ഭയങ്കര ആവശ്യം തോന്നി. കാരണം എൻ്റെ വലിയപ്പച്ചൻ്റെ പേര് നാരായണൻ എന്നാണ്, എൻ്റെ അപ്പൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്, അപ്പോൾ എൻ്റെ പേര് സുരേഷ് ബാബു എന്നാണ്. ഇത് സുരേഷ് ചാക്കോയോ സുരേഷ് ജോർജോ അതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോയേനെ. ബാക്കി മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാതിരിക്കട്ടെ, മനസ്സിലായോ? കാരണം ഈ സംസ്ഥാനം എന്ന് പറയുക, ഇവിടെ ജാതി പറഞ്ഞ് കോൺഗ്രസ് രണ്ടായിട്ടില്ല, ജാതി പറഞ്ഞ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി രണ്ടായില്ല, ജാതി പറഞ്ഞ് സഭ രണ്ടായിട്ടുണ്ട്. നിങ്ങളങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ മക്കളെ. ഉള്ള കാര്യം പറയും, മാമയും പറ. ആ ചർച്ചിൽ പോകണ്ട, കാരണം ആ ചർച്ചിലുള്ളത് നമ്മുടെ ആളല്ല, അവിടുത്തെ പാസ്റ്ററെ നമ്മുടെ ആളല്ല. അവിടെ പോകണ്ട, അവിടെ ചുറ്റും ഇരിക്കുന്ന വിശ്വാസികൾ നമ്മുടെ ആളല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് 30 മുക്കോടി അപ്പന്മാരില്ല, നമുക്ക് ഒരപ്പനേ ഉള്ളൂ. അപ്പോൾ അഭിമന്യു എന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉറച്ചു, ഈ ചെറുക്കനുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. ഫെവിക്കോൾ ഇട്ടല്ല, വെൽഡിംഗ് മെഷീൻ വച്ചല്ല, പകരം കർത്താവിൽ. അതുകൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരാൻ ഭയങ്കരമായിട്ട് എനിക്കൊരു ആവേശമുണ്ട്. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് ഹിന്ദു ആയിരുന്നു, മമ്മി CSI കാരിയായിരുന്നു. മമ്മി ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. അപ്പോൾ മമ്മിയുടെ പ്രാർത്ഥനയാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചത്. മമ്മിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അന്തം വിട്ട പ്രാർത്ഥനയാണ്. എൻ്റെ ബ്രദർ എൻ്റെ മമ്മിയെ വിളിക്കുന്ന വ്യാകുല മാതാവെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ 2 വശത്തും ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്ന ഒരമ്മയായിരുന്നു. അങ്ങനെ മക്കൾക്ക് വേണ്ടി കരയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺകുളിർക്കെ നിങ്ങളുടെ തലമുറ ജ്വലിക്കുന്നത് നിങ്ങൾ കാണുവാൻ പോകുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ 17ാമത്തെ വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട് ദൈവസേനയിൽ കടന്നു വന്നു. മാതാപിതാക്കളോട് ചോദിച്ചില്ല സ്നാനപ്പെടട്ടോ എന്ന്, ഇപ്പോഴും ചോദിച്ചില്ല. എല്ലാവരുടെയൊക്കെ സമ്മതം വാങ്ങി സ്നാനപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴും സ്നാനപ്പെടത്തില്ലായിരുന്നു. 17ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 18ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിച്ചു തുടങ്ങി. ഇന്ന് ഇന്ത്യയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നു, സ്തോത്രം. അത് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം 5ാം സുവിശേഷമാകണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. പറഞ്ഞ മക്കളെ, എന്തുവാണ് നമ്മുടെ ജീവിതം? 5ാം സുവിശേഷം. എത്ര സുവിശേഷമുണ്ട് പറ? അറിയോടാ? അറിയോ? അറിഞ്ഞുകൂടാത്തവന്മാരെല്ലാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. 66 പുസ്തകം കാണാതെ പഠിക്കണം. ഉൽപ്പത്തി, പുറപ്പാട് പറ, ലേവ്യ, സംഖ്യ, ആവർത്തനം പറ എന്ന് തുടങ്ങി എല്ലാ പുസ്തകം കാണാതെ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ 4 സുവിശേഷം: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 സുവിശേഷം. അത് എഴുതപ്പെട്ട സുവിശേഷം. പറഞ്ഞാട്ടെ മക്കളെ, എന്താ സുവിശേഷം? എഴുതിയ സുവിശേഷം. നമ്മൾ ജീവിക്കുന്ന സുവിശേഷം. അത് എഴുതിയ സുവിശേഷം, നമ്മൾ ജീവിക്കുന്ന സുവിശേഷം. അത് എഴുതിയ സുവിശേഷം, നമ്മൾ ജീവിക്കുന്ന സുവിശേഷം. അങ്ങനെ ഈ ചെറിയ യോഗത്തിൽ ഒരു നല്ല പകർച്ച കർത്താവ് തൻ്റെ മഹത്വത്തിന് വേണ്ടി തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ വലിയ ദൈവസാന്നിധ്യങ്ങൾ ചിലപ്പോഴൊക്കെ ചില കുട്ടി മീറ്റിങ്ങിൽ ദൈവം പകരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ യോഗങ്ങൾക്കായി സ്തോത്രം. വലിയ യോഗങ്ങളിൽ കർത്താവ് ഇറങ്ങുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സിലിയുന്നവനാണ് ദൈവം. ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെയുള്ള മീറ്റിങ്ങിന്
പക്ഷെ പലപ്പോഴും എനിക്ക് ആവേശമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡായി, പ്രതീക്ഷിക്കാത്ത, ലൈഫിനെ മാറ്റി മറിക്കുന്നതായ വൻ കാര്യങ്ങൾ ദൈവം ഇതുപോലെയുള്ള മീറ്റിങ്ങിൽ ദൈവകൃപയാൽ ചെയ്യാറുണ്ട്. ആഴമായ സമർപ്പണം ആരുടെയോ ജീവിതത്തിൽ, ആഴമായ സ്പർശനം, ഞാൻ ആവർത്തിക്കുന്നു, ആഴമായ സ്പർശനം ആരുടെയോ ജീവിതത്തിൽ ഇന്ന് രാത്രി കർത്താവ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇരുന്നാട്ടെ. റോമർക്കൽ ലേഖനം 8-ാം അധ്യായം, റോമർക്കൽ ലേഖനം 8-ാം അധ്യായം, റോമർ ലേഖനം പുതിയ നിയമത്തിലാണ്, 8-ാം അധ്യായം, റോമർക്കൽ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചേ. അതെ, നാമോ നമ്മെ സ്നേഹിച്ചവന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നിങ്ങളെല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ബ്യൂട്ടിഫുൾ, ദാറ്റ്സ് ഗ്രേറ്റ്. കാരണം മിക്കവാറും ഈ ദിവസങ്ങളിൽ പലയിടത്ത് പോകുമ്പോൾ ഫോണിലൊക്കെയാണ് ആൾക്കാർ ബൈബിൾ നോക്കുന്നത്. ഫോണിൽ നോക്കുന്നതിനേക്കാൾ നല്ലതാണ്, സ്തോത്രം, പുസ്തക രൂപത്തിൽ ബൈബിൾ കൊണ്ട് നടക്കുന്നത്. ഈ ലോകത്തിലെ 10ാമത്തെ പെന്തിക്കോസ് പട്ടണമാണ് ചെന്നൈ. അതായത് നമ്മുടെ പഴയ മദ്രാസ്. ലോകത്തിലെ 10ാമത്തെ പെന്തക്കോസ് പട്ടണമാണ് ചെന്നൈ. ഇന്ത്യക്കാരും മിണ്ടുന്നില്ലേ? മുഴുവൻ പാകിസ്ഥാനികളാണോ? ആണ്. 10ാമത്തെ പട്ടണമാണ്. നല്ല കാര്യമല്ലേ? ലോകത്തിലെ 10ാമത്തെ ആദ്യത്തെ പട്ടണം നമ്പർ 1 എന്ന് പറയുന്നത് റിയോ ആണ്, ബ്രസീലിൻ്റെ റിയോ. രണ്ടാമത്തെ വേറൊരു പട്ടണം പെന്തക്കോസ് പട്ടണം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വിശ്വാസികളുണ്ട്, എത്ര സഭകളുണ്ട്, എത്ര ദൈവദാസന്മാരുണ്ട് എന്ന കണക്ക് വെച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ, ദൈവദാസന്മാർ, സഭകളുള്ളത് റിയോ ബ്രസീലിലാണ്. രണ്ടാമത് സോൾ കൊറിയ, പിന്നെ ആഫ്രിക്കയിലുള്ള പല പട്ടണങ്ങൾ. അങ്ങനെ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന പട്ടണമാണ് ചെന്നൈ. പണ്ട് കാലത്ത് എനിക്ക് തോന്നി ഒരു 10-12 വർഷം മുമ്പ് അന്ന് തന്നെ 10-15,000 സഭകളുണ്ടായിരുന്നു ചെന്നൈയിൽ. അല്ല, നിങ്ങൾ പ്രതിപക്ഷം അല്ലല്ലോ, ഭരണകക്ഷിയാണല്ലോ അല്ലേ? ഓക്കെ, 15,000 സഭകൾ. അതിൽ ഏറ്റവും വലിയ സഭയിൽ 57,000 വിശ്വാസികളാണുള്ളത്, പാസ്റ്റർ ഡിമോൻ്റെ ചർച്ചിൽ. സ്തോത്രം. സോ ഓൺ. പിന്നെ 15,000, 20,000 ഒക്കെ ആൾക്കാർ വിശ്വാസികളുള്ളതായ സഭകളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഞായറാഴ്ചയാകുമ്പോൾ മിക്കവാറും ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ട്, വെള്ളയാണ് കൂടുതലെന്ന് വെച്ചോ, ലൈറ്റ് കളർ ഡ്രസ്സിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഈ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ബൈബിളും കൊണ്ട് ട്രെയിനിൽ കയറുന്നത്, മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നതും ഒക്കെ കാണാൻ ഭയങ്കര ചേല ഞായറാഴ്ച. സോ ഇതുപോലെ ചർച്ചിൽ സ്തോത്രം, ഫോണിൽ ബൈബിളുണ്ടെന്ന് പറയുന്നത് നടക്കുന്നതിനെക്കാളും ഈ നല്ല പുസ്തകം ഒന്ന് പിടിച്ച് തല ഉയർത്തി നടക്കുന്ന ഒരു സന്തോഷം. അപ്പോൾ നമ്മളിന്ന് ദൈവകൃപയാൽ സ്തോത്രം, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മൾ തോറ്റവരല്ല എന്ന ഒരു 7 കാര്യം പെട്ടെന്ന് ഞാൻ പറയാം. അടുത്തിരിക്കുന്നു നോക്കി പറഞ്ഞേ, തോക്കാൻ എനിക്ക് മനസ്സില്ല. പെട്ടെന്ന് പറഞ്ഞേ, തോക്കാൻ മനസ്സില്ല. റോമർ 8:37 ആ കുഞ്ഞ് വായിച്ചത് ഇതാണ്: നാമോ നമ്മെ സ്നേഹിച്ചവന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എല്ലാവരും വീട്ടിൽ പറയുന്ന ശബ്ദത്തിൽ പറഞ്ഞേ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. സോ അതാണ് ജയകരമായ ക്രിസ്തീയ ജീവിതം. ഇതാണ് നാം കേൾക്കുന്നത്, ദ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തോൽവിയുടെ ജീവിതമല്ല, ക്രിസ്തീയ ജീവിതം ജയിക്കുന്ന ജീവിതമാണ്. യേശുവപ്പച്ചൻ നമ്മളെ വിളിച്ചത് തോൽക്കാനല്ല. കേട്ടിട്ടില്ലേ രാഷ്ട്രീയക്കാർ വിളിക്കുന്നത്? തോറ്റിട്ടില്ല. കണ്ടോ, മുഴുവൻ രാഷ്ട്രീയക്കാരും ചർച്ചിനകത്ത് വന്നേ. അപ്പോൾ നമുക്ക് സ്തോത്രം, തോൽക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ജയിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ആത്മീയജീവിതം തോൽവിയുടെ ജീവിതമല്ല, ദൈവം തോൽവിയുടെ ദൈവവുമല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഇല്ലെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് തീയുണ്ട്, നിങ്ങൾക്ക് വെള്ളമുണ്ട്. യെശയ്യാവിലൂടെ ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പിന്നെ എന്താ പറഞ്ഞേ? തീയിലും. അപ്പോൾ തീയും വെള്ളവും നമുക്കുണ്ട്. കൊടുങ്കാറ്റുണ്ട്, പെരുങ്കാറ്റുണ്ട്, താഴ്വരകളുണ്ട്, യുദ്ധങ്ങളുണ്ട്. പക്ഷെ ഏതിലൂടെ പോയാലും, ഏതിലൂടെ കടന്നു പോയാലും തോൽക്കാൻ അപ്പച്ചൻ സമ്മതിക്കത്തില്ല. വായ് എന്തുകൊണ്ട് തോൽക്കുന്നില്ല? കാരണം നീ ഒറ്റയ്ക്കല്ല. നീ പിന്മാറിപ്പോയി, പാപം ചെയ്ത് വല്ലവളുടെയും പിന്നാലെ പോയി, വല്ലവൻ്റെയും പിന്നാലെ പോയി, അവിടെ അപ്പച്ചൻ കൂടെ ഇല്ല. പകരം ദൈവത്തിൻ്റെ വചനപ്രകാരം നിന്ന്
ദൈവത്തിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നിയന്ത്രിച്ചു. മനസ്സിലാകുന്നോ? ഞാൻ ഈ ടെമ്പോയിലേ പോകത്തുള്ളൂ. ഞാൻ നിങ്ങളെ ഇളക്കാനോ ബഹളം വെക്കാനോ ഒന്നുമല്ല വന്നേ. ഇഷ്ടപ്പെട്ട അടുത്ത പ്രാവശ്യം വിളിച്ചാൽ മതി. ഞാൻ ഈ ഒരു മീഡിയം സ്പൈസിയിലേ നിൽക്കത്തുള്ളൂ. ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ ഞാൻ മോനെ ഓക്കെ ആണല്ലോ? താങ്ക് യു. അപ്പോൾ നോക്ക്, സ്തോത്രം. കർത്താവിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് പ്രകാരം 2 കാലിലാണ് ഞാൻ നിൽക്കുന്നത്, ഇടത് കാലം വലത് കാലം. വചനവും ആത്മാവും, വചനവും ആത്മാവും, വചനവും ആത്മാവും, വചനവും ആത്മാവും, വചനവും ആത്മാവും. ഇനി ഇതിനകത്ത് 2 കിഡ്നി കൂടെ ഉണ്ട്. എടുത്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല, ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ടിൻ പേരായി വെച്ചിട്ടുള്ള പല കാര്യമുണ്ട് ബോഡി ഓഫ് ക്രൈസ്റ്റിൽ. അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ക്രിസ്തു ശരീരത്തിൽ ഒരു വശത്തെ ദൈവത്തിൻ്റെ വചനവും മറുവശത്തെ ദൈവത്തിൻ്റെ ആത്മാവ്, അതനുസരിച്ച് ജീവിച്ചോളാം. ഒരിക്കൽ കൂടെ കമ്മിറ്റി കൗൺസിൽ വന്നല്ല ഞാൻ പറഞ്ഞത്, പകരം വചനവും ആത്മാവും. പറഞ്ഞാട്ടെ, എന്താണ്? ആ വചനത്തിലും ആത്മാവിലും ആശ്രയിച്ച് നടക്കുമ്പോൾ അങ്ങനെ ജീവിച്ചിട്ട് ഏത് വയ്യാവേലി വന്നാലും അപ്പച്ചൻ ഏറ്റെടുത്തോളാം. പക്ഷെ നമ്മൾ പിന്മാറിപ്പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്തിട്ട് കുഴിയിൽ വീഴുന്നതല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ നടന്നിട്ട് ഏത് പ്രോബ്ലംസ് നമുക്ക് നേരെ കടന്നു വന്നാലും ഏത് വയ്യാവേലി വന്നാലും നമ്മൾ തോൽക്കുന്നവരല്ല. ക്രിസ്തീയ ജീവിതം തോൽവിയുടെ ജീവിതമല്ല, ജയത്തിൻ്റെ ജീവിതമാണ്. സ്തോത്രം. ഇനി ബാക്കി അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ വിഷയം അതല്ല. സ്തോത്രം. പിന്മാറ്റത്തിൽ പോയി അല്ലെങ്കിൽ പാപത്തിൽ പോയി കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കർത്താവ് തിരിച്ചു പിടിച്ചു. 100 കണക്കിന് ഉദാഹരണം അങ്ങനെ പറയാൻ പറ്റും. ചതഞ്ഞോടെ ഒടിക്കുന്നവനല്ല ദൈവം, പുകയുന്ന തിരികെ കെടുത്തുന്നവനല്ല ദൈവം എന്ന പല ഉദാഹരണം നമുക്ക് പറയാൻ കഴിയും. നമ്മളതെല്ലാം ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് ആയവരെ മാത്രം ചർച്ചയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ ഈ സ്ഥലം മുഴുവൻ ഒഴിഞ്ഞു കിടന്നേനെ. ഒരിക്കൽ കൂടെ, പെർഫെക്റ്റ് ആയവർ മാത്രം ചർച്ചയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ ഈ കസേരയും ഈ നിലവും എല്ലാം ഒഴിഞ്ഞു കിടന്നേനെ. ആർക്കും പറയാൻ കഴിയത്തില്ല ഞാൻ നിന്നു, ഞാൻ വലിയ പരമവിശുദ്ധൻ എന്ന് പറയുന്നവൻ കള്ളനല്ല, പെരുങ്കള്ളനാണ്. ആര് നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. ആര് വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. ഈ അതിവിശുദ്ധി പറയുന്നവന്മാരെ സൂക്ഷിച്ചോളാം. അതിവിശുദ്ധി പറയുന്നവന്മാർ അവർ 1-ാം നമ്പർ അഹങ്കാരികളായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് നിന്റെ മസിൽ പവറിലല്ല നീ നിൽക്കുന്നത്, കർത്താവിൻ്റെ കൃപയിലാണ് നിൽക്കുന്നത്. ഞാൻ വ്യക്തമാക്കട്ടെ, താഴ്മയോടെ കേട്ടാട്ടെ. നമ്മൾ നിൽക്കുന്നത് ഒരിക്കലും നമ്മുടെ കഴിവിലല്ല, നമ്മൾ നിൽക്കുന്നത് ദൈവകൃപയിലാണ്. സ്തോത്രം. ഞാൻ ഈ ഷേപ്പിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ഈ ഷേപ്പിൽ ഈ ബോഡിയിലായിരിക്കുമ്പോൾ ഇതിനകത്ത് ഒരു അസ്ഥി കൂടമുണ്ട്. ആ അസ്ഥി കൂടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചാണകം പോലെ താഴെ കിടക്കുന്നു. ഞരമ്പും മാംസവും ത്വക്കും രക്തവും വെള്ളം എല്ലാം കൂടെ ചാണകം പോലെ താഴെ കിടക്കുക. അപ്പോൾ ഈ ഷേപ്പിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് ഇതിനകത്തുള്ളതായ ഒരു ഇൻവിസിബിൾ സ്കെലിറ്റനാണ്, ഒരു അസ്ഥികൂടമാണ്. ഇതുപോലെ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ എന്ന വാക്ക് എല്ലാവരും പറഞ്ഞാട്ടെ, കൃപ. കൃപ എന്ന ആ കുഞ്ഞു വാക്കിൻ്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവത്തിൻ്റെ കഴിവ്. ദൈവത്തിൻ്റെ കഴിവ്. അപ്പോൾ ബ്രദർ സുരേഷ് ബാബു ഇന്ന് ഇത്രത്തോളം ഈ നിങ്ങളുടെ മധ്യത്തിൽ വന്നെങ്കിൽ ഈ പുള്ളിയെ നിർത്തിയത് അവൻ്റെ കഴിവല്ല, നമ്മുടെ പെർഫോമൻസ് അല്ലെന്നേ, നമ്മുടെ ഉപവാസം അല്ലെന്നേ, നമ്മുടെ പ്രാർത്ഥന അല്ലെന്നേ, നമ്മൾ മീശ എടുത്തുകൊണ്ടെന്ന് അല്ലെന്നേ, നമ്മൾ ആഭരണം മാറ്റിയത് കൊണ്ടെന്ന് അല്ലെന്നേ. ഒരിക്കലും ചിന്തിക്കല്ലേ, നമ്മൾ ഈ താലിയും മാലയും ഊരിക്കളഞ്ഞ് കുഞ്ഞാമയും കുശുമ്പും കുതിയാൽ വെട്ടുവെടുത്ത് അകത്തിടുന്ന അതല്ല ആത്മീയം. പകരം സ്തോത്രം, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ പെർഫോമൻസ് അല്ല, നമ്മുടെ ഉപവാസം അല്ല, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ബൈബിൾ കോളേജ് അല്ല, നമ്മുടെ പിടിപാടുകളല്ല, നമ്മുടെ പ്രസ്ഥാനം, നോ, ഇത് ഈ പരിപാടിയൊന്നുമല്ല. കർത്താവിൻ്റെ കഴിവാണ് ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ നമ്മളെ നിർത്തുന്നത്, നമ്മളെ നടത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ കഴിവാണ്. ഓക്കെ, വിഷയം ഇതാണ്, ജയകരമായ ക്രിസ്തീയ ജീവിതം. സ്തോത്രം. നാമോ നമ്മെ സ്നേഹിച്ചവന് മുഖാന്തരം ഇതിലൊക്കെയും എന്ത് ചെയ്യുന്നു? പൂർണ്ണ ജയം പ്രാപിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ എവറസ്റ്റാണ്. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. 2ാമത്തെ ചോദ്യം കൂടെ പറയാം. സ്തോത്രം. 66 പുസ്തകം കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞു.
രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സ്തോത്രം. അതെ, പുതിയ നിയമത്തിൻ്റെ എവറസ്റ്റ് ഏതാണ്? റോമാലേഖന 8-ാം അധ്യായം. എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ ജീവിക്കേണ്ട അതിഭയങ്കരമായ വെളിപ്പാടുകളെ പൗലൂസ് ഇതാ ഒരു മാലയിൽ കല്ലകളെ കോർക്കുന്ന പോലെ നിങ്ങൾ പെന്തിക്കോസുകാർ, നിങ്ങൾ മാലയും കല്ലയൊന്നും തൊടത്തില്ലല്ലോ. സ്തോത്രം. മാലയിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? മാല കണ്ടിട്ടില്ലയോ? ഒരെണ്ണം മേടിച്ചിട്ട് വരണമായിരുന്നു അല്ലേ? അവരെ കാണാത്ത ഒത്തിരി പേര്. കല്ല കണ്ടിട്ടുള്ളവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചോട്ടെ. മാലയും കല്ലയും. കല്ല എന്നാണോ പറയുന്നത് ഇവിടെ? മുത്ത്. എക്സാക്ട്ലി. ഞാൻ തമിഴ്നാടിൽ നിന്ന് വന്നിരിക്കുന്നു. ഹലോ, മുത്ത്. പല മുത്ത് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ചലിപ്പിച്ചു. മുത്തുകൾ. ഇപ്പോൾ റോമാലേഖന 8-ാം അധ്യായത്തിൽ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിനുള്ള വെളിപ്പാടിൻ്റെ അതിശ്രേഷ്ഠമായ മുത്തുമണികളെ പൗലോസ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. ചില വേദഭാഗങ്ങൾ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ട വേദഭാഗങ്ങൾ പറഞ്ഞേ. പ്രിയപ്പെട്ട വേദഭാഗങ്ങൾ പറ. പ്രിയപ്പെട്ട വേദഭാഗം 23-ാം സങ്കീർത്തനം. താങ്ക്സ് മോനെ. 23-ാം സങ്കീർത്തനം. പിന്നെ വേറൊരു പ്രിയപ്പെട്ട വേദഭാഗം പറഞ്ഞേ. 91, 91-ാം സങ്കീർത്തനം. യെസ്, നിങ്ങൾ എൻ്റെ ട്രാക്കിലാണ്. താങ്ക് യു. പിന്നെ അടുത്ത മൂന്നാമത് വേറെ ഒന്നും മത്തായി സുവിശേഷം 1-ാം അധ്യായം. കമാൻ. ഹല്ലേലൂയ. ഇന്നവനെ ജനിപ്പിച്ചു, ഇന്നെ ജനിപ്പിച്ചു. നമ്മളത് വായിക്കത്തില്ല. നമ്മളത് നേരെ വായിക്കും. നമ്മൾ 2-ാം അധ്യായത്തിൽ വായിക്കത്തുള്ളൂ. എന്നവൻ ഏതവനെ ജനിപ്പിച്ച എനിക്കെന്നാ ഛേദം. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകത്തുള്ളൂ. സ്തോത്രം. എന്നാൽ ചില വേദഭാഗങ്ങൾ നമുക്ക് വളരെ പ്രധാനം. 118-ാം സങ്കീർത്തനം, 24-ാം സങ്കീർത്തനം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം, ആവർത്തന 28 മുതൽ 14 വരെയുള്ള അനുഗ്രഹ വചനങ്ങൾ. ഇങ്ങനെ ചില പ്രിയപ്പെട്ടതായ വേദഭാഗങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇതുപോലെ കാണാതെ പഠിപ്പാൻ, ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ, താലോലിക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായം. അതിൽ ഒരു ക്രിസ്ത്യാനി ജയിക്കുന്നതായ 7 വെളിപ്പാടുകൾ. നിങ്ങൾ ദൈവദാസന്മാർ, ദൈവമക്കളെ, ബൈബിൾ കോളേജ് പഠിച്ചവർ നിങ്ങൾ ധ്യാനിച്ചാൽ കൂടുതൽ കിട്ടും. ഞാൻ ഒരു 7 കാര്യം മാത്രം പെട്ടെന്ന് പറഞ്ഞ് സ്തോത്രം. 9 മണിയാകുമ്പോൾ ഇത് നിർത്തണമെന്നാണ് അഭിമന്യു പാസ് പറഞ്ഞത്. എല്ലാ വാച്ചും നിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നോക്ക്, ഒരു 7 കാര്യം ഞാൻ പറയാം. സ്തോത്രം. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജയത്തിൻ്റെ ജീവിതമാണ്. പറഞ്ഞ എന്തോ ജീവിതമാണ്? ദൈവം നിങ്ങളെ വിളിച്ചത് തോൽക്കാനല്ല. നിങ്ങളെ ദൈവം വിളിച്ചത് നിലവിളിക്കാനല്ല. നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ ഒരിക്കലും തോറ്റു തിന്നാൻ പാടത്തില്ല. നിങ്ങൾക്ക് ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ ജയമുണ്ട്. നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടെങ്കിൽ വലിയ ജയമുണ്ട്. ആർക്കില്ലാത്ത തീച്ചുളകൾ, ആർക്കില്ലാത്ത വെല്ലുവിളികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവർക്കാർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഭയങ്കര ജയത്തിൽ ദൈവം നിങ്ങൾ നിൽക്കാൻ പോകുകയാണ്. കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് എന്ന് പറഞ്ഞ കൈപ്പത്തി തോറ്റിട്ടുണ്ട്. താമര അടയാളത്തിൽ അവരും തോറ്റിട്ടുണ്ട്. ക്യാമറ ഇല്ലാത്തത് കൊണ്ട്, വെബ് സ്ട്രീം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അരിവാൾ ചുറ്റിയ നക്ഷത്രം തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അരിവാള് ഇതെല്ലാം തോറ്റിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ അടയാളങ്ങളാണ്. കൈപ്പത്തി മനുഷ്യൻ്റെ അടയാളം, താമര മനുഷ്യൻ്റെ അടയാളം, അരിവാൾ ചുറ്റിക നക്ഷത്രം മനുഷ്യൻ്റെ അടയാളം. പക്ഷെ നിങ്ങൾ സ്വർഗത്തിൻ്റെ അടയാളങ്ങളാകുന്ന നിങ്ങൾ, യേശുവിന് വേണ്ടി നിൽക്കുന്ന നിങ്ങൾ, ഞാൻ ഒരു കാരണവശാലും ലൈഫ് തോറ്റുപോകത്തില്ല. വിശ്വാസം പറയോ? ദൈവം നിന്നെ വിളിച്ചത് നിന്നെ തോൽപ്പിക്കാനല്ല, ജീവിതം ജയിക്കുന്നതാണ്. അതിനുവേണ്ടി സുവിശേഷത്തിൽ നിന്നാട്ടെ. സുവിശേഷത്തിൽ വേണ്ടി നിന്നേ. ദൈവദാസന്മാർക്ക് വേണ്ടി നിന്ന് തോറ്റവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിന്ന് തോറ്റവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞു, യേശുവപ്പച്ചന് വേണ്ടി നിന്നാൽ നിങ്ങൾ ഒരിക്കലും തോറ്റുപോകത്തില്ല. കർത്താവിന് വേണ്ടി നിന്നിട്ട് നിങ്ങൾ ഒരിക്കലും തോൽക്കത്തില്ല. ജീവിതത്തിൽ ജയിക്കും, കുടുംബത്തിൽ ജയിക്കും, തലമുറകൾ ജയിക്കും, സകല മേഖലകളിൽ നിങ്ങൾക്ക് ജയമുണ്ട്. ഈ ജയം എങ്ങനെയാണ് മക്കളെ ആരംഭിക്കുന്നത്? ഈ ജയം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? 8-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഫസ്റ്റ് റീസൺ എനിക്ക് പറയാനുള്ളത്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരിക്കൽ കൂടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ.
മോനെ കുഴപ്പമില്ല, കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോകുക. അത് ഇവാഞ്ചലിസ്റ്റാണ്, അതുകൊണ്ടാണ് ഇത്രയും ശബ്ദം. ഹല്ലേലൂയ. ഒന്നൊക്കെ അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പക്ഷേ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ ആ 8-ാം അധ്യായം 1-ാം വാക്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? And therefore there is no condemnation for those who are in Christ Jesus, those who walk not according to the flesh but according to the Spirit. സ്തോത്രം. വല്ലതും മനസ്സിലായോ? ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന പിള്ളേരെല്ലാം കരങ്ങൾ ഉയർത്തിക്കുക. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന പിള്ളേരെല്ലാം കരങ്ങൾ ഉയർത്തിക്കുക. മാതാപിതാക്കളെ ശ്രദ്ധിച്ചോളാം. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന പിള്ളേർ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാതെ ചോറ് കൊടുക്കല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പഠിച്ച മലയാളം മീഡിയം, പക്ഷേ നമ്മളൊക്കെ ഇംഗ്ലീഷിൽ പഠിച്ചത് കർത്താവ് എഴുതിയ ഇംഗ്ലീഷ് പ്രസംഗം പഠിച്ചത്. അതുപോലെ സ്കൂളിൽ പഠിച്ചിരുന്ന IAS കിട്ടിപ്പോയേനെ. മനസ്സിലായോ? പക്ഷേ ഞങ്ങളാരും കാണാത്ത വലിയ മഹത്വം നിങ്ങൾ കാണണം. ഞങ്ങളാരും ചെയ്യാത്ത ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം. കാരണം ഈ കുട്ടി സഭയല്ല, ഇതൊരു മിഷണറി സഭയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന എല്ലാ കുട്ടികളും ബാക്കിയുള്ളവരും ഇംഗ്ലീഷ് ബൈബിൾ പാരലായിട്ട് മലയാളവും വായിക്കണം, ഇംഗ്ലീഷും വായിക്കണം. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. യെസ്. ഒരു വശത്തെ മലയാളം ബൈബിളുണ്ട്, മറുവശത്തെ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ബൈബിളും വായിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക്, ഇംഗ്ലീഷാണ് ഞാൻ പറയാൻ പറയുന്നത്, ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ പറയാം. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ജഡപ്രകാരമല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് തന്നെ. അപ്പോൾ ആർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്? മക്കളെ, ജഡപ്രകാരമല്ല, പകരം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ദിവസം മീറ്റിങ്ങിന് വന്ന് കൈ ഉയർത്തി അടുത്ത ദിവസം സ്തോത്രം സ്നാനപ്പെട്ട് വീണ്ടും സ്തോത്രം പാപത്തിലേക്ക് പോകുന്നവനല്ല, പകരം ജഡപ്രകാരം, ജഡത്തിൽ വസിക്കുന്നവനെങ്കിലും ജഡപ്രകാരം നടക്കാതെ സ്തോത്രം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവന്. ദാറ്റ് മീൻസ് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക്, ദൈവമക്കൾ എന്ന് പറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധിയില്ല. നമ്പർ 1, ജയത്തിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പ്, ശിക്ഷാവിധിയില്ല. നോക്ക്, ആ ചേച്ചി എഴുതിയെടുക്കുന്ന നോക്ക്, ശിക്ഷാവിധിയില്ല. കോമയിട്ട് അവൾ വീണ്ടും അടുത്തെഴുതണം, സ്തോത്രം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്പർ 1, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ജയം ആരംഭിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതോടെയാണ്. ഒരിക്കൽ കൂടെ, ജീവിതത്തിൽ ജയം ആരംഭിക്കുന്നത് രക്ഷിക്കപ്പെടുന്നതോടെയാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. രക്ഷിക്കപ്പെട്ടവർ മാത്രം കരങ്ങൾ ഉയർത്തിയ. മക്കളെ, രക്ഷിക്കപ്പെട്ടോടാണെങ്കിൽ രക്ഷിക്കപ്പെട്ടു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ടു. പറഞ്ഞേ ആമേൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? യേശു എൻ്റെ ഉള്ളത്തിൽ വന്നു, അല്ലേ? യേശു എൻ്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എൻ്റെ. അപ്പോൾ യേശു ഉള്ളത്തിൽ വന്നാൽ എന്ത് ചെയ്യും? സ്തോത്രം. അതെ, മാറ്റം ഉണ്ടാകും, മാനസാന്തരം ഉണ്ടാകും. യേശു സ്തോത്രം ജീവിതത്തിൽ വന്ന് പള്ളി വരും എന്നല്ല ഞാൻ പറഞ്ഞത്, ജീവിതത്തിന് മാറ്റം ഉണ്ടാകുക. ഈ തിരുവനന്തപുരത്തിനടുത്ത് പണ്ടൊരു പാസ്റ്ററെ ഒരാളെ തല്ലി കേട്ടോ. ഒരാളെ തല്ലി, പാസ്റ്ററെ തല്ലി കൊണ്ടു. ഈ പാസ്റ്റർമാരെ തല്ല് കൊള്ളാൻ വേണ്ടി അങ്ങ് ജീവിക്കുന്ന വർഗങ്ങളാണ്. തല്ലി കൊടുക്കാനല്ല, പകരം എന്താണ് പറഞ്ഞാട്ടെ? തല്ല് കൊള്ളാനായി. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴേക്കും ഈ പാസ്റ്ററെ തല്ലിയ ആളെക്കുറിച്ച്, പാസ്റ്ററെ തല്ലിയ ഒരാളെക്കുറിച്ച് വേറൊരാൾ ഓടി വന്ന് ഇപ്രകാരം പറഞ്ഞു, പാസ്റ്ററെ സ്തോത്രം, പാസ്റ്ററെ തല്ലിയ ആളുണ്ടല്ലോ, അവനിപ്പോൾ സുവിശേഷ വേല ചെയ്യുക. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അവൻ സുവിശേഷ വേല ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ ഞാൻ അറിയും. ഒരിക്കൽ കൂടെ, അവൻ സുവിശേഷ വേല ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ ഞാൻ അറിയും. പറ, അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ വീണ്ടും വന്ന തല്ലുവന്നോ? ആരാ പറഞ്ഞത്? വീണ്ടും വന്ന അവന് നീയും ക്ഷമ ചോദിക്കും. അപ്പോൾ ആ പാസ്റ്റർ അറിയും. അപ്പോൾ അതാണ്, ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ യേശു കർത്താവ് ഹൃദയത്തിൽ വരുന്നതോടെ ജീവിതം മാറുകയാണ്. അപ്പൻ്റെ സ്വഭാവമല്ല, അമ്മയുടെ സ്വഭാവമല്ല, കുടുംബ സ്വഭാവമല്ല, ജാതി സ്വഭാവമല്ല, യേശു അപ്പച്ചൻ്റെ സ്വഭാവമാണ് പിന്നെ അവൻ്റെ ജീവിതത്തിൽ വരുന്നത്. മർത്തോമയിൽ നിന്നോ, സാൽവേഷൻ ആർമിയിൽ നിന്നോ, CSIയിൽ നിന്നോ, വേറെ ഏതെങ്കിലും കത്തോലിക്കയിൽ നിന്നോ പെന്തിക്കോസിലേക്ക് വരുന്നതല്ല. നിന്റെ ജീവിതം മാറുന്നതാണ് ക്രിസ്തീയ ജീവിതം. ലൈഫ് മാറുകയാണ്. മനസ്സിലായ? രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങനെ യേശു കർത്താവ് ജീവിതത്തിൽ വരുന്നതോടെയാണ് രക്ഷിക്കപ്പെടുന്നത്.
അവിടെ മുതൽ പുതിയൊരു ചരിത്രമാണ് ആരംഭിക്കുന്നത്. ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയട്ടെ, യേശു ജീവിതത്തിൽ വരുന്നതോടെ പുതിയൊരു ചരിത്രം ആരംഭിക്കുകയാണ്. പണ്ട് ഒരു ഹിംസ് ഉണ്ടായിരുന്നു. പഴയ ഒരു ഹിംസ് മീൻസ് ഇംഗ്ലീഷിലെ സ്തോത്രം അവരെഴുതിയൊരു പാട്ടുണ്ട്. അതിൻ്റെ ഒരു ലൈൻ ഇതാണ്: നരഭോജികളെ നരസ്നേഹികളാക്കുന്നതാണ് സുവിശേഷം. നരഭോജികളെ നരസ്നേഹികളാണ് ആക്കുന്നതാണ് സുവിശേഷം. അപ്പം ആ നല്ല വിശേഷം സുവിശേഷമാകുന്ന യേശു ഒരുവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവനിൽ പുതിയൊരു ചരിത്രം ആരംഭിക്കുകയാണ്. അവനിൽ പുതിയൊരു ചരിത്രം ആരംഭിക്കണം. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. യേശു നിങ്ങളിൽ വരുന്നതോടെ നിങ്ങളിൽ പുതിയൊരു ചരിത്രം ആരംഭിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ചരിത്രം BC എന്നും AD എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടതുപോലെ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതോടെ പുതിയൊരു ചരിത്രം നിങ്ങളിൽ ആരംഭിക്കുന്നു. നമ്പർ 2, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുന്നതോടെ നിങ്ങളിലൂടെ ഒരു ചരിത്രം ആരംഭിക്കുന്നു. അഭിമന്യു പാസ്റ്ററുടെ മേൽ യേശു വന്നപ്പോൾ അവനിൽ മാറ്റമുണ്ടായി. അഭിമന്യുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവനിലൂടെ മറ്റനേകർക്ക് മാറ്റമുണ്ടായി. സോ ഇതുപോലെ 2 ചരിത്രമാണ് നിങ്ങളിൽ വരുന്നത്. ഒന്ന്, യേശു വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. 2, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് മാറ്റം ഉണ്ടാകുന്നു. മനസ്സിലായോ? ശബ്ദം ഉയർത്തി പറഞ്ഞേ, എത്ര ചരിത്രമാണ് അപ്പോൾ? 2 ചരിത്രം. 1, ഞാൻ മാറുന്നു. 2, എന്നിലൂടെ മറ്റുള്ളവർ മാറുന്നു. ഈ വേദപുസ്തകം എഴുതിയ 40 എഴുത്തുകാരാണ്. 39 പേര് യഹൂദന്മാരാണ്. ഒരാൾ മാത്രമാണ് യഹൂദനല്ലാത്ത എഴുത്തുകാരൻ. പറ, ആരാണ്? ലൂക്കോസ്. ആരാ പറഞ്ഞേ ലൂക്കോസ് എന്നും? അങ്കിള്, ഈ എല്ലാവരും കൂടെ ഈ അങ്കിളിന് ഒരു കേക്ക് മേടിച്ചു കൊടുക്കുക. സ്തോത്രം. അപ്പോൾ നമുക്ക് ലൂക്കോസ് മാത്രമാണ് അതെ നോൺ ജ്യൂ റൈറ്റ്, യഹൂദനല്ലാത്ത എഴുത്തുകാരൻ ലൂക്കോസ് മാത്രമാണ്. അങ്കിൾ പറഞ്ഞ വളരെ ശരിയാണ്. ലൂക്കോസ് 2 ചരിത്രമാണ് എഴുതിയത്. ഒന്ന്, ലൂക്കോസ് വിശേഷം. രണ്ടാമത്തെ ചരിത്രം ഏതാ? അപ്പോസ്തല പ്രവൃത്തി. നിങ്ങൾക്കെല്ലാം അറിയാം, പിന്നെ എന്തിനാ ഞാൻ വന്നേ? സ്തോത്രം. നോക്ക്, അതെ, രണ്ടാമത്തെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി. ഒന്ന് ലൂക്കോസ് വിശേഷം. സ്തോത്രം. ലൂക്കോസ് വിശേഷവും 2 അപ്പോസ്തല പ്രവൃത്തിയും 2ഉം ചരിത്രമാണ്. നിങ്ങൾ ലൂക്കോസ് 1:1 അപ്പോസ്തല പ്രവൃത്തി 1:1 വായിക്കുമ്പോൾ 2 ചരിത്രമാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞ ചരിത്രം തിയോഫിലസിന് എഴുതിയ ചരിത്രമാണ്. ഒന്നാമത്തെ ചരിത്രം യേശു ഈ ലോകത്തിലേക്ക് വന്നു. രണ്ടാമത്തെ ചരിത്രം പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നു. ഒരിക്കൽ കൂടെ, യേശു ഈ ലോകത്തിലേക്ക് വന്ന്, രണ്ടാമത്തെ ചരിത്രം പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നു. യേശു വന്നിരുമ്പോൾ നീ മാറുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്നിലൂടെ മറ്റുള്ളവർ മാറുന്നു. ഈ ദേശത്തിൻ്റെ പേരെന്താ? ചക്കോലക്കലോ? ചക്കുവരക്കലിൽ ഒരു സഭയല്ല, ചക്കുവരക്കലേ സഭയാകണം. ഹല്ലേലൂയ. ആ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. എത്ര പേരുണ്ടെന്നാ ഈ ദേശത്തിൽ? 20,000 പേര്. 20,000 പേരാവുള്ള. ഞാൻ കഴിഞ്ഞ വ്യാഴംപള്ളി 25,000 പേരുടെ മുമ്പിലാണ് പ്രസംഗിച്ചത്. ആന്ധ്രയിൽ ഗുണ്ടൂരിനും തെനാലിക്ക് ഇടയ്ക്ക്. സ്തോത്രം. അടുത്തയാഴ്ച വീണ്ടും ആന്ധ്രയിലാണ്, അമലാപുരം. അതിൻ്റെ അടുത്തയാഴ്ച തെലങ്കാനയാണ്. വീണ്ടും അതിൻ്റെ അടുത്തയാഴ്ച വലിയൊരു മീറ്റിംഗ് ആന്ധ്രയിലാണ്. ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്രൗഡായിരിക്കാം ഈ മാസത്തിൻ്റെ അവസാനം കാണാൻ വേണ്ടി പോകുന്നത്. ഡസ് ഇറ്റ് മാറ്റർ? അത് നിങ്ങളെ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ക്രൗഡിലല്ല എക്സൈറ്റഡ്, നമ്മൾ കർത്താവിലാണ് എക്സൈറ്റഡ്. അപ്പോൾ ചക്കുവരക്കൽ മുഴുവൻ സ്നാനപ്പെടണം. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ചക്കുവരക്കൽ മുഴുവൻ അന്യഭാഷ പറയണം. ഞായറാഴ്ചയാകുമ്പോൾ ഈ കണ്ടതായ വീട് മുഴുവൻ അടച്ചിട്ടിട്ട് എല്ലാവരും ദൈവത്തെ ആരാധിപ്പാൻ സഭയിൽ കൂടി വരണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവാചകനാകുന്ന ഞാൻ ഈ ദേശത്ത് നോക്കി പ്രഖ്യാപിക്കുന്നു, ചക്കുവരക്കലേ പുറത്തു വരിക.
പോട്ടെ, ജീവിതങ്ങൾ വിടിവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതോടെ നീ മാറുന്നു. 2, പരിശുദ്ധാത്മാവ് നിന്നിൽ വരുന്നതോടെ നിന്നിലൂടെ ഗ്രാമം മാറുന്നു. പരിശുദ്ധാത്മാവ് വരുന്നതോടെ നിന്നിലൂടെ പട്ടണം മാറുന്നു. പരിശുദ്ധാത്മാവ് വരുന്നതോടെ നിന്നിലൂടെ രാജ്യം മാറുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ട്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതോടെയാണ് ആ ജയം ആരംഭിക്കുന്നത്. നമ്മൾ വളരെ ലോ ലെവലിൽ നിന്നാണ് ഹൈ ലെവലിലേക്ക് ഇന്ന് രാത്രി പോകുന്നത്. നോക്ക്, ഒന്ന്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് സ്തോത്രം ജയത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം. രക്ഷിക്കപ്പെട്ടു എങ്കിൽ കർത്താവ് നിങ്ങളെ ജീവിതമാകുന്ന നിൻ്റെ വാഹനത്തെ ഹൈവേയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ജയത്തിൻ്റെ ഹൈവേയിലേക്ക് കയറ്റിയിരിക്കുക. ഞാൻ ആവർത്തിക്കുന്നു, ജയത്തിൻ്റെ ഹൈവേയിലേക്ക് സ്തോത്രം നിൻ്റെ ജീവിതമാകുന്ന വാഹനത്തെ കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് നീ യാത്ര ചെയ്യുന്നത് ജയം കണ്ടുകൊണ്ടായിരിക്കും. പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, വെല്ലുവിളികൾ വരാം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സ്തോത്രം ജയത്തിന്മേൽ ജയം പകർന്ന് നിങ്ങളെ നടത്തുക തന്നെ ചെയ്യും. നമ്പർ 2, ജയത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം 2-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. റോമർ 8:2. ആ നോക്കിയാൽ ഒരു കാര്യം ഞാൻ അല്പം, എനിക്ക് മണിക്കൂറോളം നിന്ന് ഇതിങ്ങനെ ശാന്തമായി നിങ്ങൾക്ക് ഒരു ടീച്ചിങ് മോഡിൽ നിന്ന് പറയണമെന്നുണ്ട്. പക്ഷേ സമയമില്ലല്ലോ. സ്തോത്രം പറയണേ. ആദ്യം പറഞ്ഞ 2 കൂട്ടരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പറ മക്കളെ, ആ സംസാരിച്ച എല്ലാ മക്കളും പറഞ്ഞേ. സംസാരിച്ച എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട് കേട്ടോ. ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വൃത്തികെട്ട സ്വഭാവം. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന എല്ലാവരും ഞാൻ വിളിച്ച് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നിർത്തി സംസാരിപ്പിക്കും. അതുകൊണ്ട് ആ വല്ലാത്ത സ്വഭാവം എന്നിൽ വ്യാപരിക്കുന്നതുകൊണ്ട് ദയവായിട്ട് ആരും സംസാരിക്കല്ലേ. അങ്ങനെയെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ഇപ്പം നിറഞ്ഞ് കവിയുവാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി. അപ്പോൾ ക്രിസ്തു യേശുവിലുള്ള എന്ന് പറയുമ്പോൾ കണ്ണാടി പറ, ക്രിസ്തു യേശുവിൽ ഇല്ലാത്തവർ എന്ന് പറയുന്ന ഒരു കൂട്ടർ കൂടെ ഉണ്ട്. ഓ കമാൻ. അവർ 2 കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത്. സ്തോത്രം. ഒന്ന് ക്രിസ്തു യേശുവിലുള്ളവർ, മറ്റൊന്ന് ക്രിസ്തു യേശുവിൽ ഇല്ലാത്തവർ. എനിക്ക് ഈ പിള്ളേരെ കണ്ടപ്പോൾ ഭയങ്കര ആവശ്യം തോന്നുന്നു. ഗ്രേറ്റ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ക്രിസ്തു യേശുവിലുള്ളവർ, ക്രിസ്തു യേശുവില്ല. അപ്പോൾ 2 കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത് 2 പ്രമാണം പറയുകയാണ്. മരണത്തിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെയും പ്രമാണം, അതുപോലെ സ്തോത്രം എന്തുവാ, പാപത്തിൻ്റെയും ന്യായപ്രമാണത്തെ. ഒരിക്കൽ കൂടെ ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചേ. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പിന്നെ അപ്പോൾ ജീവൻ്റെ പ്രമാണവും ആത്മാവിൻ്റെ പ്രമാണവും, മറ്റൊന്ന് പാപത്തിൻ്റെ പ്രമാണവും മരണത്തിൻ്റെ പ്രമാണവും. ഇപ്പം 2 പ്രമാണത്തെക്കുറിച്ച് പറയുകയാണ്. അതിൽ ആ മരണമാണ് ഒടുവിലത്തെ ശത്രു. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ഒടുക്കത്തെ ശത്രു എന്ന് പറയുന്നത് മരണമാണ്. ആ മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എടുത്തിരിക്കുന്നു. അതിനർത്ഥം സ്തോത്രം സിംപ്ലിഫൈ ചെയ്ത് പറയാം, മരണം വന്നാലും എനിക്കൊരു ചുക്കുമില്ല, എനിക്ക് പേടിയില്ല. കാരണം എൻ്റെ മുൻപിൽ പോകുന്നവൻ കെ കരുണാകരനല്ല, എൻ്റെ നേതാവ് ഇ കെ നായനാരല്ല, എൻ്റെ നായകൻ, എനിക്കൊരു നായകനുണ്ട്. അവൻ്റെ കല്ലറയിൽ അവൻ ഒതുങ്ങിയില്ല. ദൂതന്മാർ പറഞ്ഞത് വന്ന് കാണുമിൻ, അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചുവല്ലെന്ന് നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പം എൻ്റെ നേതാവ്, നിങ്ങളുടെ നേതാവ്, നമ്മുടെ നേതാവ്, അവൻ മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് മരണത്തെ ഭയമില്ല. അതാണ് നമ്പർ 2. രണ്ടാമത്, ജയിക്കുന്ന ക്രിസ്ത്യാനിയുടെ പ്രത്യേകത, അവൻ മരണത്തെ പോലും ഭയപ്പെടുന്നില്ല. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഒടുവിലത്തെ ശത്രുവായി നിൽക്കുന്ന ഒടുക്കത്തെ ശത്രു മരണമാണ്. ഒന്ന് ചിന്തിച്ചാട്ടെ. സ്തോത്രം. അതെ, തുമ്മ, പനി, ജലദോഷം, അതുപോലെ പകർച്ചവ്യാധി, ടൈഫോയിഡ്, ക്യാൻസർ, ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ് ഓരോ ശത്രു വലിപ്പമനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത് മരണമാണ്. എടാ, ചെറുത് തുടങ്ങി വലുത് വരെയുള്ള മുഴുവത്തിനെയും കർത്താവ് ഭീം സകലത്തിന് തോറ്റത് കൊണ്ട് ഇനി എന്തോ കുന്തം വന്നാലും എനിക്ക് അത് എന്നെ തൊടത്തില്ല. കാരണം എൻ്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് മരണത്തെ പോലും നമ്മൾ ഭയപ്പെടുന്നില്ല. ദൈവമക്കളൊക്കെ ഭയങ്കര ഭയമാണ്. ഈ സാത്താനെന്ന് കേട്ടാൽ ഭയങ്കര ഭയമാണ് കേട്ടോ. റിയലി ഈ പരിശുദ്ധാത്മാവ് ചലിക്കുന്നവെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷെ ഒരു ഭൂതകളകിയാലുണ്ടല്ലോ, എൻ്റെ കർത്താവ് ആരാധിക്കുന്ന എല്ലാവരും ആരാധിക്കും.
ഭൂതം ഇളകിയാൽ എല്ലാവരും ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ബന്ധുക്കളെ കാണുമ്പോഴാണ് ചിലർക്ക് ആവേശം വരുന്നത്. കമാൺ, ബന്ധുക്കളെ കാണുമ്പോഴാണ് ചിലർക്ക് ആവേശം വരുന്നത്. സ്തോത്രം. എന്നാൽ ഭൂതത്തെ കണ്ടിട്ടല്ല കൂടുതൽ കൈയടിക്കേണ്ടത്, ബഹളം ഉണ്ടാക്കേണ്ടത് കർത്താവാണ്, യേശുവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആവേശം. ഹല്ലേലൂയ. അതുകൊണ്ട് മരണത്തെ പോലും നിങ്ങൾ ഭയപ്പെടല്ല. ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി കടന്നുപോയി. ആ സ്ഥലത്തിൻ്റെ പേര് കാപ്പുകാടെന്നാണ്, മാർത്താണ്ഡത്തിൻ്റെ അടുത്ത്. നല്ല മഴയുള്ളതായ ദിവസം, പപ്പയുടെ റെയിൻകോട്ട് ഒക്കെ ഇട്ട് സ്റ്റാർട്ടിങ് ട്രബിളുള്ളതായ ബൈക്ക് സ്റ്റാർട്ടിങ് ട്രബിളുള്ളതായ ബൈക്കിൽ ഓടിച്ച് അതവസാനം സ്തോത്രം അവിടെ എത്തി. സാറ്റർഡേ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് സൺഡേ രാവിലെ അവരുടെ ഒന്നാമത്തെ ആരാധന 6 മണിക്കാണ്. അപ്പോൾ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യണം. പക്ഷെ മഴയാണ്. 3000 പേരുണ്ടായിരുന്നു. 3000 പേരെടുക്കൽ ഒത്തിരി ഭൂതങ്ങൾ അലറി. ഭൂതങ്ങളെല്ലാം കൂടെ മഴവെള്ളം കുടിക്കുന്നത് കണ്ട ഒരു രാത്രിയായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ മഴ വെള്ളത്തിലും ചേറിലും ഒക്കെ വീണത്. ഭയങ്കര രസമായിരുന്നു ആ മീറ്റിംഗ്. ഭയങ്കര എക്സ്ട്രാ ഡെലിവറൻസ് ആയിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞു. അവർ തന്നെ ഏതാണ്ട് ആഹാരമൊക്കെ കഴിച്ച് ഞാനിങ്ങനെ സ്തോത്രം ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ആ ചർച്ചിൻ്റെ പണി ഇങ്ങനെ ഒരു വശത്ത് ചോരിങ്ങനെ അല്പം തുറന്ന് കിടക്കുക. ജനലിൻ്റെ അത്രയും മാത്രമേ ആ കട്ടകളും കല്ലും ഒക്കെ അവർ വച്ചിട്ടുള്ളൂ. അതിന് മുകളിൽ തുറന്ന ആകാശം നമുക്ക് കാണാം. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് അങ്ങ് പോയി. മഴയും ആരംഭിച്ചു, കാറ്റും ആരംഭിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്കും സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് ഈ ചെറിയ അരണ്ട പ്രകാശത്തിൽ, ഈ ചെറിയ പ്രകാശത്തിൽ അതുപോലെ സ്തോത്രം അതെ ഇടയ്ക്ക് മിന്നുമ്പോൾ ലൈറ്റ്നിങ് ഇങ്ങനെ മിന്നുമ്പോൾ 2 കൈ നീട്ടി ആചാന ബാഹുവായിട്ടൊരു സാധനം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് പോലെ 2 കൈ ഇങ്ങനെ വീശി വരിക. ഞാൻ അങ്ങോട്ട് ശാസിക്കാൻ തുടങ്ങി. ഇത് പോകുന്നില്ല. കണ്ണിറുക്കി അടച്ചു. അറിയാമെന്നുള്ള പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിച്ചു. മമ്മി പണ്ട് പറഞ്ഞു തന്ന പ്രാർത്ഥന, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങനെ ആ പ്രാർത്ഥന തുടങ്ങി. എല്ലാവരും ഇത് പോകുന്നില്ല. 2 കൈ നീട്ടി ഇങ്ങനെ വരിക. ശാസിച്ചു, പ്രാർത്ഥിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞ് കറണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത് നേരത്തെ ഇട്ടിട്ട് വന്ന റെയിൻകോട്ടാ അത്. ഭൂതമല്ല, നേരത്തെ ഇട്ടിട്ട് വന്ന റെയിൻകോട്ട്. നമ്മൾ പെട്ടെന്ന് അയ്യാലിട്ടിട്ട് മീറ്റിങ്ങിന് ഓടിയതാ. റെയിൻകോട്ടിൻ്റെ കാര്യം മറന്നുപോയി. ഇപ്പം റെയിൻകോട്ട് കാറ്റടിച്ച് ഇങ്ങനെ വരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചതാ ട്രാക്കുള വരുന്നേ. ഭയം. ചില ദൈവമക്കളെ ഞാൻ കണ്ടു. അവരെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സ്നാനപ്പെട്ടത് ക്യാൻസർ വരാതിരിക്കാനാ. അതിപ്പോൾ ക്യാൻസറിനെ ഭയന്നിട്ടാണ് അവർ സ്നാനപ്പെട്ടത്. പക്ഷെ ക്യാൻസർ വരാതിരിക്കാനല്ല നിങ്ങൾ സ്നാനപ്പെടേണ്ടത്, വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ സ്നാനപ്പെടേണ്ടത്. നിങ്ങൾ ഭയത്തിലല്ല ജീവിക്കേണ്ടത്. രോഗം ഉണ്ടാകുന്നു, പോരാട്ടം ഉണ്ടാകുന്നു, പ്രശ്നമുണ്ടാകുന്നു. നിങ്ങൾ പ്രശ്നത്തെ അല്ല ഭയപ്പെടേണ്ടത്, നിങ്ങൾ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. എല്ലാവരും പറഞ്ഞോട്ടെ, ദൈവഭയം. ദൈവഭയമാണ് നമുക്ക് ആവശ്യം. ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ ചർച്ചന് നഷ്ടപ്പെട്ടിരിക്കുന്നത് 2 കാര്യമാണ്. ഒന്ന് ദൈവസ്നേഹം, മറ്റൊന്ന് ദൈവഭയം. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരെയും സ്നേഹിക്കും. ഞാൻ പോവാ. സ്തോത്രം. അതെ, ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരെ ഞാൻ ഉപദ്രവിക്കത്തില്ല, അടുത്തിരിക്കുന്നവരെ സ്നേഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം. 2 ദൈവത്തിന് ഭയം. ഞാൻ പറഞ്ഞു ഇവാഞ്ചലിസ്റ്റാണ്, അതാണ് ഇത്രയും സഞ്ചരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിയേ, 1 ദൈവഭയം, 2 സ്തോത്രം ദൈവസ്നേഹം. ഇവിടെ നമ്മൾ പറയുന്ന ഭയമാണ്. യോശുവയെ നോക്കി ദൈവമായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. യോശുവയെ നോക്കി പറഞ്ഞു, യോശുവ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. കാര്യം എന്താ? യോശുവ നിന്നിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിന്റെ മുമ്പിൽ യോർദാൻ വിഭാഗിക്കപ്പെടണം. നിന്റെ മുമ്പിൽ എരിഹോ ഇടിഞ്ഞു വീഴണം. അനാക്യ മല്ലന്മാർ എല്ലാറ്റിനെയും എനിക്ക് നിന്നിലൂടെ തകർക്കണം. വാഗ്ദത്തത്തിലേക്ക് നീ കടക്കണം. ഇത്രയും വൻ കാര്യങ്ങൾ ഞാൻ നിന്നിലൂടെ ചെയ്യണമെങ്കിൽ നീ എങ്ങനെയായിരിക്കണം? എൻ്റെ സന്നിധിയിൽ നീ ധൈര്യമുള്ളവനായിരിക്കണം. നിങ്ങൾ മറന്നുപോകല്ല, ധൈര്യമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ അഭിഷേകത്തെ ചുമക്കാൻ കഴിയാത്തുള്ളൂ. ധൈര്യമുള്ളവർക്ക് മാത്രമേ ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം കഴിയാത്തുള്ളൂ.
ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയും ഭയപ്പെടല്ല, ഒന്നിനെയും ഭയപ്പെടല്ല. എല്ലാവർക്കും അറിയാമെന്നുള്ള വാക്യങ്ങൾ മക്കളെല്ലാം പറഞ്ഞാട്ടെ. നിങ്ങൾ രാവിലെ മുതലേ ഇരിക്കുന്നു, നല്ല ക്ഷീണമാണെന്ന് എനിക്കറിയാം, എങ്കിലും പെട്ടെന്ന് പറഞ്ഞാട്ടെ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഒരിക്കൽ കൂടെ പറ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ. ആരെയും പേടിക്കല്ല. പെട്ടെന്ന് പറഞ്ഞേ. ആരെയും പേടിക്കല്ല, ഒന്നിനും പേടിക്കല്ല, ഒന്നിനും പേടിക്കല്ല. നിങ്ങൾക്ക് ആവശ്യം ദൈവത്തെ ഭയപ്പെടണം എന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്നവന് മാത്രമേ ബ്രേക്ക് ത്രൂ ഉണ്ടാകത്തുള്ളൂ, ജയിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ ഭയപ്പെടുന്നവന് മാത്രമേ ദൈവകൃപയാൽ കേക്ക് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം. നമ്പർ 1, ഒന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്പർ 2, ഭയമില്ലാത്തവരായി ജീവിക്കുന്നു. ഒന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2 ദൈവത്തെ മാത്രം ഭയപ്പെടുന്നു. ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. ഒന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ജയിക്കുന്നവൻ്റെ പ്രത്യേകത, ഒന്ന് രക്ഷിക്കപ്പെട്ടു. 2 ആരെയും ഭയപ്പെടുന്നില്ല. ഒരു അപവാദത്തെ ഭയപ്പെടല്ല, ഒരു മഞ്ഞപത്രത്തെ ഭയപ്പെടല്ല, ഒരു മനുഷ്യനെ ഭയപ്പെടല്ല, ആക്സിഡൻറ്റിന് ഭയപ്പെടല്ല, മാരക രോഗങ്ങളെ ഭയപ്പെടല്ല, പ്രശ്നങ്ങളെ ഭയപ്പെടല്ല. പുറത്തിട്ടിരിക്കുന്ന ചപ്പല്, പുറത്തിട്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ കീഴിൽ കുറച്ച് മാർക്കുണ്ടായിരിക്കും. നിന്റെ പ്രശ്നം തകർന്നതിൻ്റെ മാർക്കാണത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല വെല്ലുവിളികൾ നിങ്ങളുടെ കാൽ കീഴിൽ തകർന്നു പോകും. ജയജീവിതം, ജയജീവിതം, ജയജീവിതം. ജയിച്ച് നിങ്ങൾ ജീവിക്കും. ശബ്ദമുയർത്തി പറഞ്ഞ് എങ്ങനെ ജീവിക്കും? ജയിച്ച് ജീവിക്കാൻ. നമ്പർ 1 രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്പർ 2 സ്തോത്രം, മരണത്തെ പോലും ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഞാൻ പറയട്ടെ, ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഒന്ന് രക്ഷിക്കപ്പെട്ടു. രണ്ടാമത് എന്താണ്? ഒന്നിനെയും ഭയപ്പെടുന്നില്ല. നമ്പർ 3, മൂന്നാമത് 8-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാട്ടെ. 8-ാം അധ്യായം 5-ാം വാക്യം. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും, മകൾ നല്ല വായിച്ചു. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അടുത്ത ഭാഗം കൂടെ വായിച്ച്. ജഡത്തിൻ്റെ ചിന്ത, ഒരിക്കൽ കൂടെ ജഡത്തിൻ്റെ ചിന്ത, ഒരിക്കൽ കൂടെ ജഡത്തിൻ്റെ ചിന്ത മരണം. ആത്മാവിൻ്റെ ചിന്തയോ, ഒരിക്കൽ കൂടെ ആത്മാവിൻ്റെ ചിന്തയോ, ഒരിക്കൽ കൂടെ ആത്മാവിൻ്റെ ചിന്തയോ. അപ്പം 2 കൂട്ടരെ കുറിച്ച് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും. 2 പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇതാ 2 മനസ്സിനെ കുറിച്ച് പറയുകയാണ്. ബ്യൂട്ടിഫുൾ. 2 മനസ്സിനെ കുറിച്ച് പറയുന്നു. ഒന്ന് ജഡത്തിൻ്റെ മനസ്സ്, മറ്റൊന്ന് ആത്മാവിൻ്റെ മനസ്സ്. ജഡത്തിൻ്റെ മനസ്സ്, ജഡത്തിൻ്റെ മനസ്സ്, ദാറ്റ് മീൻസ് എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നീ. ഒരിക്കൽ കൂടെ, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നു അതാണ് നീ. ഈ ഡ്രസ് ചെയ്ത് വന്നതല്ല നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ. ഞാൻ അങ്ങനെ ഒരു മെഷീൻ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ട് അഭിനയ പാസ്റ്ററിൻ്റെ അടുത്ത് പറയും, എല്ലാ വാതിലും ആ മെഷീൻ വെക്കണം. ഒരു വിശ്വാസി ഞായറാഴ്ച രാവിലെ ആ മെഷീനകത്ത് കൂടെ സ്കാൻ ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു സ്ക്രീൻ ഉണ്ടായിരിക്കും. ആ ആഴ്ച അവൻ ചിന്തിച്ച മുഴുവൻ ചിന്തകളും ആ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. എങ്ങനെ ഇരിക്കും? അതാണ് നിന്റെ ജീവിതം എന്ന് പറയുന്നത് അതാണ്. ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ പറയുന്നു, വേദപുസ്തകം അങ്ങനെ പറയുന്നു. ആസ് ദ മാൻ തിങ്കeth so is he. മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നോ അതാണവൻ. ഹല്ലേലൂയ. മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നോ അതാണവൻ. ജഡീകൻ സ്തോത്രം ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു, ആത്മീയൻ ആത്മീയനോട് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. 2 പക്ഷികളുമായിട്ടുള്ള ബന്ധത്തിൽ അത് തെളിയിക്കാം. കോഴിയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കോഴിയെ കണ്ടിട്ടുള്ളവർ, കോഴി അവർ തിന്നിട്ടേ ഉള്ളൂ, ബാക്കിയുള്ളവർ തിന്നിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ബാക്കിയുള്ളവർ തിന്നിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. കോഴിയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കോഴി എങ്ങനെയാണ് മക്കളെ സംസാരിക്കുന്നത്? കോഴി എങ്ങനെ സംസാരിക്കുന്നത്? യെസ്, ഇത് കൊല്ലം ജില്ലയിലെ കോഴികളുടെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. സ്തോത്രം. അതെ, കോഴി. കഴുകനെ കണ്ടിട്ടുള്ളവർ, അല്ലെങ്കിൽ കഴുകനെ പടത്തിലെങ്കിലും കണ്ടിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. കഴുകൻ. കോഴിയുണ്ടല്ലോ, കോഴി താഴേക്ക് നോക്കി നടക്കും. കൊക്കോ എൻ്റെ കുഞ്ഞെ, എൻ്റെ കൂടെ, എൻ്റെ മുട്ടയെ എന്ന് പറഞ്ഞ് കോഴി താഴോട്ട് നോക്കി നടക്കും. പക്ഷെ കഴുകൻ താഴോട്ട് നോക്കി നടക്കത്തില്ല. കഴുകൻ ഉദിച്ചുയർന്ന സൂര്യനെ നോക്കി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കുന്നവനാണ് കഴുകൻ. ഒരിക്കൽ കൂടെ, കോഴി കുനിഞ്ഞു നോക്കി നടക്കുമ്പോൾ, ഭൂമിയിലേക്ക് നോക്കി നടക്കുമ്പോൾ, കഴുകൻ ഭൂമിയിലേക്കല്ല നോക്കുന്നത്. കഴുകൻ ഉദിച്ചുയർന്ന് നിൽക്കുന്ന സൂര്യനെ നോക്കി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കുന്നവനാണ് കഴുകൻ.
ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. അതെ, ജഡീകൻ ഈ ലോകത്തിലുള്ളതായ കാര്യാദികൾ നോക്കി. ജഡീകൻ, നിങ്ങൾ ആ കുഞ്ഞിനെ നോക്കല്ലേ, എന്നെ നോക്കിയിരുന്നാട്ടെ. സ്തോത്രം. അതെ, ജഡീകൻ ഭൂമിയിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആത്മീയൻ ഒരിക്കലും ഭൂമിയിലുള്ള കാര്യമല്ല നോക്കുന്നത്, ആത്മീയൻ നോക്കുന്ന ദൈവിക കാര്യമാണ്. നിങ്ങൾക്കറിയോ, ഏശാവും യാക്കോബും, ഇസഹാക്കിന്റെ മക്കൾ ഏശാവും യാക്കോബും. ഏശാവ് അന്ന് വേട്ടക്കാരനായിരുന്നു. ഏശാവ് വേട്ടക്കാരൻ. സ്തോത്രം. വേട്ടക്കാരൻ മണ്ണിൽ ഇഴകുന്നതിനും മണ്ണിൽ ചലിക്കുന്നതിനെയും നോക്കി നടന്നവനാണ്. സ്തോത്രം. ഏശാവ് അതെ, മണ്ണിൽ ചലിക്കുന്നവനെ നോക്കി നടന്നവനാണ് ഏശാവ്. മണ്ണിൽ നോക്കി നടക്കുന്നവനെ, മണ്ണിൽ നോക്കുന്ന ഇതാണ്ട് സ്തോത്രം, ഒരു ജീവി, ഒരു മൃഗം മണ്ണിൽ ഓടുകയാണ്. ഈ മണ്ണിൽ ഓടുന്നതിനെ തേടി നടന്ന ഏശാവിനെ ദൈവം തഴഞ്ഞു. സ്വർഗം തുറന്ന് ഗോവേനി ഇറങ്ങി ദൂതൻ കയറുന്നത് കണ്ട മേലോട്ട് നോക്കിയവനെ ദൈവം തിരഞ്ഞെടുത്തു. അപ്പൊ ഇസഹാക്കിന്റെ വീട്ടിൽ 2 പിള്ളേരുണ്ടായിരുന്നു. ഒരുത്തൻ കോഴിയായിരുന്നു, മറ്റവൻ കഴുകനായിരുന്നു. ഒരുത്തൻ കോഴിയെ പോലെ താഴേക്ക് നോക്കി, മറ്റവൻ കഴുകനെ പോലെ മേലേക്ക് നോക്കി. അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, ആ ചെറുക്കനോട്, അവനോട് ചോദിക്കുക. അവനാണ് അത് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്സാഹം ഉണ്ടായ. ചോദിക്കുക, നീ കോഴിയാണോ കഴുകനാണോ? പെട്ടെന്ന് ചോദിക്കുക. അടുത്തിരിക്കുന്നവരോട് ചോദിക്കൂട്ടി, പറ. എന്തോ പറഞ്ഞു? കോഴി എന്ന് പറഞ്ഞ അവൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും മാറിയിരിക്കുക. കോഴി എന്ന് പറഞ്ഞവരുടെ അടുത്ത് നിന്ന് മാറിയിരിക്കുക. ഇൻ ജീസസിനെ. നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? പ്രാപിക്കുന്നുണ്ടോ? ഇത് സന്തോഷമാണോ? ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യണ്ടല്ലോ. നിങ്ങൾ പ്രാപിക്കുന്നുണ്ടോ? എങ്കിൽ കരങ്ങളെ ചൊൽപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച്. അപ്പം ജയിക്കുന്നവൻ്റെ മനസ്സ് ജഡത്തിൻ്റെ മനസ്സല്ല. ജയിക്കുന്നവൻ്റെ മനസ്സ് ആത്മാവിൻ്റെ മനസ്സായിരിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ ചിന്തിപ്പിൻ. അപ്പോസ്തലൻ പറയുന്നു, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. മനസ്സിലാക്കണം, നിങ്ങളുടെ ചിന്ത മാറാതെ ലൈഫ് മാറത്തില്ല. മക്കളെ നോക്കിയേ കുട്ടി, എല്ലാ പിള്ളേരും, നിങ്ങളുടെ ചിന്ത മാറാതെ നിങ്ങളുടെ ലൈഫ് മാറത്തില്ല. നിങ്ങളുടെ ചിന്ത മാറിയാലേ നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ. സ്തോത്രം. ഡിഗ്രി ക്ലാസ്സിന് താഴെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഡിഗ്രി ക്ലാസ്സിന് താഴെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കരങ്ങൾ ഉയർത്തിയാട്ടെ. കുട്ടി, മേലാൽ ബിടെക് കൊണ്ട് നിർത്തല്ല, BSc നേഴ്സിംഗ് കൊണ്ട് നിർത്തല്ല. നിങ്ങളുടെ ചിന്ത മാറണം. നിങ്ങൾ ചെറുതല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾ വലുതാണ് ചിന്തിക്കേണ്ടത്. പറയാം. ഒരു ദിവസം അബ്രഹാമിനെ ദൈവമായ കർത്താവ് കൂടാരത്തിൽ നിന്ന് വിളിച്ച് കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് നിർത്തി. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അവന് കാണിച്ചു കൊടുത്തു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ ദൈവം അവന് നക്ഷത്രങ്ങളും മണൽത്തരികളും കാണിച്ചു കൊടുത്തു. സ്തോത്രം. അതുവരെ അബ്രഹാം കൂടാരത്തിനകത്തിരുന്ന് വിചാരിച്ചത്, ഞാൻ, എൻ്റെ ഭാര്യ സാറ, ഒറ്റ കുട്ടിക്ക് ദൈവ വാഗ്ദത്തം ചെയ്തു. അപ്പോൾ അബ്രഹാം ചിന്തിച്ച, ഞാൻ, ഭാര്യ, സാറ, 1 2 3 3 2 1. ഇതായിരുന്നു സ്തോത്രം അബ്രഹാം ചിന്തിച്ചത്. 1 2 3 3 2 1 എന്ന് പറഞ്ഞ് സ്തോത്രം അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചിട്ടിരുന്നു. കേക്ക് സ്തോത്രം. എന്നാൽ അബ്രഹാം ചിന്തിച്ചത് ഒരു കുട്ടിയെക്കുറിച്ച് മിനിമമാണ് ചിന്തിച്ചത്. മിനിമം. എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ്? മിനിമമാണ് ചിന്തിച്ചത്. പക്ഷെ ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ ദൈവം കാണിച്ചു കൊടുത്തത് മാക്സിമം. നമ്മുടെ മഹത്വത്തിനല്ല, നമ്മുടെ ഗ്ലാമറിനല്ല, നമ്മുടെ പേരിനല്ല, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് നീ ചിന്തിക്കേണ്ടത് മാക്സിമം ആയിരിക്കണം. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തിരികളെ പോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അവൻ്റെ മനസ്സ് മാറിയാലേ വലിയ അനുഗ്രഹം അവന് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ചെറിയ മനസ്സിന് വലിയ അനുഗ്രഹത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കൽ കൂടെ, ചെറിയ മെന്റാലിറ്റി ഉള്ളവന് വലിയ സഭയെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ മെന്റാലിറ്റി ഉള്ളവന് വലിയൊരു ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇടുങ്ങിയ മനസ്സുള്ളവന് ഭാരത സുവിശേഷീകരണം അവനെ കൊണ്ട് പറ്റത്തില്ല. നിന്റെ മനസ്സ് വലുതാകട്ടെ. ഹല്ലേലൂയ. വലിയ മനസ്സിന് മാത്രമേ വലിയ അനുഗ്രഹം കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതുകൊണ്ട് ദൈവകൃപയാൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും കേൾക്കണം, എല്ലാ വിദ്യാർത്ഥികളും കേൾക്കണം. നിങ്ങൾ ചെറുതല്ല കാണേണ്ടത്, നിങ്ങൾ വലുതാണ് കാണേണ്ടത്. ഈ അഹമ്മദാബാദ് ഒരു സഹോദരനുണ്ട്, സ്തോത്രം, അതെ, ജെയിംസ് കുര്യൻ ജനിച്ചത് മന്ദബുദ്ധിയായിട്ടാണ്, മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടാണ് ജനിച്ചത്. എൻ്റെ സ്നേഹിതനാണ്, സ്തോത്രം. അദ്ദേഹം 7ാം ക്ലാസ് വരെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഒന്നും കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. തുപ്പലൊലിപ്പിച്ച് മന്ദബുദ്ധിയായിട്ടാണ് തുപ്പലൊലിപ്പിച്ച താൻ നടന്നത്. പക്ഷേ 7ാം ക്ലാസ്സിൽ വെച്ച് താൻ അഭിഷേകം പ്രാപിച്ചു. അതോടെ അവൻ്റെ ലൈഫ് മാറി. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിക്കാത്ത എല്ലാം അഭിഷേകം പ്രാപിച്ചോളാം. കെട്ട് പൊട്ടുന്നത് അവിടെയാണ്, കഴുതയെ കുതിരയാക്കുന്നത് അതാണ്. ഹല്ലേലൂയ. ലൈഫ് മാറി. പിന്നെ അവൻ ചർച്ചിൽ അങ്ങ് ആക്റ്റീവായി. 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ് 9ാം ക്ലാസ്, സ്തോത്രം, ചർച്ചിൽ അങ്ങ് ആക്റ്റീവായി. സ്കൂൾ കഴിഞ്ഞ് വന്നാൽ പെട്ടെന്ന് പോയി മുഖം കഴുകി അല്പം എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ചർച്ചിൽ വരും. പിന്നെ ചർച്ചിൽ വന്നിട്ട് പിന്നെ രാത്രിയെ പോകത്തുള്ളൂ. അങ്ങനെ അവൻ ചർച്ചിൽ ആക്റ്റീവായി. സ്തോത്രം. 10ാം ക്ലാസ് ആയപ്പോഴേക്കും നല്ല മാർക്കിൽ 10ാം ക്ലാസ് പാസ്സായി. പ്രീ ഡിഗ്രി ആയപ്പോഴേക്കും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അന്ന് പ്രീ ഡിഗ്രിയായി, ഇപ്പോൾ +2 ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അപ്പോൾ സാധാരണ നിലയിൽ സ്കൂൾ ക്ലാസ്സിൽ പിള്ളേരെ നല്ല പഠിച്ച് അടുത്ത 10ാം ക്ലാസ് കഴിയുമ്പോൾ താഴോട്ട് വരും. യവൻ്റെ ചരിത്രം നേരെ തിരിച്ചാണ്. ഇവൻ ആദ്യം താഴോട്ടായിരുന്നു, ഇപ്പോൾ അവൻ മേലോട്ടാണ്. ഡിഗ്രി, സ്തോത്രം, വീണ്ടും ഹയർ മാർക്കിൽ പാസ്സായി. ആരാണ്ട് BCom നല്ല മാർക്കിൽ, ഏറ്റവും നല്ല മാർക്കിൽ, ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ കൂടുതൽ നല്ല മാർക്കിൽ പാസ്സായപ്പോൾ പറഞ്ഞു, നീ സിവിൽ സർവീസ് എഴുത. മന്ദബുദ്ധിയായി ജനിച്ച യവൻ ചെന്ന് സിവിൽ സർവീസ് എഴുതി. IRS കിട്ടി. റിയലി IRS കിട്ടി. സ്തോത്രം, IRS കിട്ടി. അഹമ്മദാബാദ് നിങ്ങൾ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ജെയിംസ് കുര്യൻ നിശ്ചയമായിട്ട് എല്ലാ മീറ്റിങ്ങിന് വരും. സ്തോത്രം. IRS കിട്ടി. അദ്ദേഹം ഇൻകം ടാക്സിൻ്റെ കമ്മീഷണറായിരുന്നു. ഞാൻ രാജസ്ഥാനിൽ ഒരു മീറ്റിങ്ങിന് ഒരു ഇൻറ്റീരിയൽ ഒരു മരുഭൂമി പ്രദേശത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ, സ്തോത്രം, ഇദ്ദേഹം എന്നെ കാണാൻ വന്നു. ഞാൻ ചോദിച്ചു, ജെയിംസാ ഇപ്പോൾ എവിടെയാ? അദ്ദേഹം പറഞ്ഞു, ഉദയ്പൂരാ വെറുതെ, ഉദയ്പൂരാ. അദ്ദേഹം പറഞ്ഞു, ഉദയ്പൂർ പട്ടണത്തിലൂടെ ഞാൻ നടക്കുമ്പോൾ ബിസിനസ്സുകാരെല്ലാം ഓടി വന്ന്, സ്തോത്രം, അതെ, അവരെല്ലാം ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുക. അടുത്ത അദ്ദേഹം പറഞ്ഞ കംപ്ലീറ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്തോത്രം, അത്ര പൂത്തിവെഴുപ്പുകാരും അഴിമതിക്കാരും ഒക്കെയാണ് ബിസിനസ്സുകാർ. ഇദ്ദേഹം എന്തെങ്കിലും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പരിപാടി പോയി. അതിനർത്ഥം മന്ദബുദ്ധിയായി ജനിച്ച ഒരു ചെറുക്കനെ ഒരു പെന്തിക്കോസ് ചർച്ചിൽ നിന്ന് വിട്ടുമാറാതെ അവൻ നിന്നപ്പോൾ അവൻ IRS വരെ എത്തിയെങ്കിൽ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ യങ്സ്റ്റേഴ്സിനെ അനുഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് നിന്ന് ശക്തന്മാരായ ഡോക്ടർമാർ എഴുന്നേൽക്കണം. ഇതിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയ എൻജിനീയേഴ്സ് എഴുന്നേൽക്കണം. ഇതിനകത്ത് നിന്ന് പ്രൊഫഷണൽസ് എഴുന്നേൽക്കണം. അപ്പനില്ലാത്ത വിദ്യാഭ്യാസം, അമ്മയ്ക്കില്ലാത്ത വിദ്യാഭ്യാസം, അപ്പനില്ലാത്ത ബുദ്ധി, അമ്മയ്ക്കില്ലാത്ത ബുദ്ധി, കുടുംബക്കാർക്കാർക്കും ചെന്നെത്താൻ കഴിയാത്ത വലിയ കഴിവ് ഈ തലമുറയ്ക്ക് ദൈവത്തിന്റെ കൃപയാൽ ഉണ്ടാകണം. Come on, ശബ്ദമുയർത്തി. Yes. ചിലരെ കർത്താവ് വാസ്തവമായി തുടർന്നു കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ആരാധിക്കുക. പരിശുദ്ധാത്മാവേ, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഈ ദേശത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ളവർ ഈ സഭയിലാകട്ടെ. ഒരിക്കൽ കൂടെ ഈ ദേശത്തിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ ഈ ചർച്ചിലാകട്ടെ. ഈ ദേശം ചർച്ചിലെ വിശ്വാസികളെ പേരിൽ അറിയപ്പെടുമാറാകട്ടെ. കാരണം നമ്മുടെ ദൈവം ചെറിയവനല്ല, നമ്മുടെ ദൈവം വലിയവനാണ്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് 30 വയസ്സിന് താഴെയുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയ 30 വയസ്സിന് താഴെയുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയ 30 വയസ്സിന് താഴെ നിങ്ങൾ ചെറുതല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഇന്ന് രാത്രി മുതൽ വലുതാണ് ചിന്തിക്കേണ്ടത്. കൂടാരത്തിലിരുന്ന് ഒരു കുട്ടിയെ പ്രതീക്ഷിച്ചവനെ കൈക്ക് പിടിച്ച് ദൈവം പുറത്തിറക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണർത്തരികളെ പോലെ എന്ന് പറഞ്ഞ പോലെ ഇന്ന് രാത്രി നിന്റെ കൈക്ക് കർത്താവ് പിടിച്ച് പുറത്തിറക്കിയിട്ട് പറയുന്നു, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, കമാൻ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, ആരും ചിന്തിച്ചിട്ടില്ലാത്തത്, നിന്റെ അപ്പനും അമ്മയും ചിന്തിച്ചിട്ടില്ലാത്തത് ദൈവകൃപയാൽ
ദൈവകൃപയാൽ കർത്താവ് നിനക്ക് തരും. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും മക്കളെ. ഹല്ലേലൂയ. ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്കൊരു കുട്ടി സഭയുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് സ്തോത്രം ഒരു 50-ലധികം ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഒരു 120-ലധികം എൻജിനീയേഴ്സ് ഉണ്ടായിരിക്കും. ഇത്രയും അസൂയുണ്ടോ കർത്താവേ? മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ട് ചെറുതല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, നിങ്ങൾ വലുതാ പ്രതീക്ഷിക്കേണ്ടേ. ഹല്ലേലൂയ. സോ ആത്മാവിൽ ചിന്തിച്ചാട്ടെ. 2 മെൻറ്റാലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. ആത്മാവിൻ്റെ ചിന്ത, ജഡത്തിൻ്റെ ചിന്ത. ആത്മാവിൻ്റെ ചിന്ത ചെറിയ ചിന്തയല്ല, ആത്മാവിൻ്റെ ചിന്ത വലിയ ചിന്തയാണ്. ഒരിക്കൽ കൂടെ എല്ലാവരും ആമേൻ പറഞ്ഞില്ല. ആത്മാവിൻ്റെ ചിന്ത ചെറിയ ചിന്തയല്ല, ആത്മാവിൻ്റെ ചിന്ത വലിയ ചിന്തയാണ്. ഒരു 4 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, വലിയവ പ്രതീക്ഷിക്കുക. പെട്ടെന്ന് പറഞ്ഞേ, 4 പേരെ ആ സഹോദരന്മാരെല്ലാം പറ, വലിയ പ്രതീക്ഷിക്കുക. മക്കളെക്കുറിച്ച് വലുത് പ്രതീക്ഷിക്കുക. മക്കളെക്കുറിച്ച് വലിയവ പറ. വീട്ടിലിരുന്ന് കുറ്റം പറയാതെ, വീട്ടിലിരുന്ന് മറ്റുള്ളവരെ വിധിക്കാതെ. പെന്തിക്കോസുകാരുടെ കുടുംബ തൊഴിലാണത്. സ്തോത്രം. മറ്റുള്ളവരെ കുറ്റം പറയാതെ, മറ്റുള്ളവരെ വിധിക്കാതെ. ആ വീട് തൊലഞ്ഞു പോകാൻ വേറെ ഒരു കൂടോത്രം ചെയ്യേണ്ട. ഒരു വീട്ടിലിരുന്ന് കുറ്റം പറഞ്ഞാൽ മതി. നിർത്ത്, ആ പരിപാടി നിർത്തി മക്കളെ നോക്കി ജയിച്ച ദൈവദാസന്മാരുടെ ചരിത്രം പറ, മിഷണറിമാരുടെ ചരിത്രം പറ, ആത്മാക്കളെ നേടുന്ന ഞങ്ങളെ പോലെയുള്ളവരുടെ ചരിത്രം പറ, ദൈവത്തിൻ്റെ കൃപയാൽ നിൽക്കുന്നവരുടെ ചരിത്രം പറ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. 2 കൂട്ടർ, ഒന്ന് രക്ഷിക്കപ്പെട്ടവരെ, രക്ഷിക്കപ്പെടാത്തവര്. 2 പ്രമാണം, ആത്മാവിൻ്റെ പ്രമാണം, സ്തോത്രം. അതെ, പാപത്തിൻ്റെ പ്രമാണം. പിന്നെ 2 മെൻറ്റാലിറ്റി, അതെ, ആ ജഡത്തിൻ്റെ മെൻറ്റാലിറ്റി, ആത്മാവിൻ്റെ മെൻറ്റാലിറ്റി. നമ്പർ 4, 4-മതായി സ്തോത്രം. അതിൻ്റെ 9-ാം വാക്യം വായിച്ചാട്ടെ. അതിൻ്റെ 9-ാം വാക്യം. മോനെ 15-ാം വാക്യം. 15-ാം വാക്യം എല്ലാം വാക്യം നേരമില്ല. 15-ാം വാക്യം. ആ ഒരുപാട് കാര്യങ്ങൾ ആ അധ്യായത്തിലുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ഞാനത് ഇടയ്ക്കുള്ള സ്കിപ്പ് ചെയ്ത് 15-ാം വാക്യം പറയുന്നു. സ്തോത്രം. ദാസ്യത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്. 2 ആത്മാവിനെ കുറിച്ച് പറയുന്നു. പറ മക്കളെ, പറ. എന്തുവാ? ദാസ്യത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്. നീ എന്നെ ഹോട്ടലിൽ നടത്താൻ പോവാണോ ഭാവിയിൽ? സ്തോത്രം. ആ ബോട്ടിൽ മാറ്റി വെക്കും മക്കളെ. പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞ. ആ ദാസ്യത്തിൻ്റെ ആത്മാവ്, പിന്നെ എന്തുവാ? പുത്രത്വത്തിൻ്റെ ആത്മാവ്. പറമോന്, ദാസ്യത്തിൻ്റെ ആത്മാവ്, പുത്രത്തിന്. അങ്കിൾ വഴക്ക് പറഞ്ഞല്ല കേട്ടോ. ആ സ്തോത്രം. പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി പറ. ദാസ്യത്വത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്. കൊച്ചുകുട്ടികൾ പോലെ ഇന്ന് രാത്രി പ്രാപിക്കണം. ആമേൻ. ദാസ്യത്തിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവ്. ദാസ്യത്തിൻ്റെ ആത്മാവിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, പുത്രത്വത്തിൻ്റെ ആത്മാവിലാണ് ജീവിക്കേണ്ടത്. അപ്പം ദാസനല്ലയോ? ദാസനാണ്. ഞാൻ ദൈവദാസനാണ്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദൈവദാസന്മാരാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവിലാണ്. നമ്മൾ ശുശ്രൂഷിക്കുന്നത് ദാസത്വത്തിൻ്റെ ആത്മാവിലാണ്. ജീവിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവിലാണ്. ഒരിക്കൽ കൂടെ, ജീവിക്കുന്നത് സ്തോത്രം പുത്രത്വത്തിൻ്റെ ആത്മാവിലും, ശുശ്രൂഷിക്കുന്നത് ദാസത്വത്തിൻ്റെ ആത്മാവിലും. മനസ്സിലായോ? ദൈവദാസൻ. പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ പലപ്പോഴും എഴുതിയതായി ഒരു കാര്യം, കർത്താവിൻ്റെ ദാസനാകുന്ന, കർത്താവിൻ്റെ സൂപ്പർ സ്റ്റാർ എന്നല്ല, കർത്താവിൻ്റെ അമിതാഭ് ബച്ചൻ എന്നല്ല, കർത്താവിൻ്റെ ദാസനാകുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നവൻ്റെ തലക്കനം ഇല്ലായിരിക്കും കേട്ടോ. പോയി ചിലരെണ്ണം തുറച്ചു നോക്കി. അതുകൊണ്ടൊരു ചരിത്രം പറയാം. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ. ഇപ്പം ഞാൻ നിങ്ങളെ ഈ മയക്കം പിടിച്ച് നിൽക്കുന്ന ഞാൻ സൂപ്പർ സ്റ്റാർ അല്ല, കർത്താവിൻ്റെ ദാസനാണ്. യേശുവിൻ്റെ ആത്മാവ് അതാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം അതാണ്. ഈ പോട്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് വലിയ ധ്യാനം നടക്കുമായിരുന്നു. പോട്ടയിൽ എനിക്ക് തോന്നുന്നു ഇമ്മാനുവൽ, ഇത് ഞാൻ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും പലയിടത്ത് വെച്ച്. പോട്ടയിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ 10,000-കണക്കിന് വിശ്വാസികൾ അന്ന് ആ മീറ്റിങ്ങിനുണ്ടായിരുന്നു. 1,00,000-ന് താഴെ, ഒരു 90,000 മറ്റോ ആൾക്കാരിങ്ങനെ നിൽക്കുന്ന ഭയങ്കര ഒരു ധ്യാനമായിരുന്നു അന്ന്. സോ അത് കണ്ടക്ട് ചെയ്ത ഒരാളാണ് മാത്യു നായ്ക്കൻ പറമ്പിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാത്യു നായ്ക്കൻ പറമ്പിൽ എന്ന് പറയുന്ന ഒരു അച്ഛനാണ് കണ്ടക്ട് ചെയ്യുന്നത്. 6 മണിക്ക് ആ സർവീസ് ആരംഭിക്കും. 6 മണിക്ക് ആ സർവീസ് ആരംഭിക്കും. 5:50 അച്ഛൻ്റെ റൂം അങ്ങ് പിന്നിലാണ്. ആ റൂം തുറന്നു. എന്നിട്ട് ചിരിച്ച മുഖവുമായി അദ്ദേഹം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ഇങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ 5 വയസ്സ് പ്രായമുള്ളതായൊരു കുട്ടി
സ്തോത്രം. അച്ചോ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ഓടിപ്പോയി. ഉടനെ മോളെ എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ആ കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഓടിപ്പോയ കുഞ്ഞ് നിന്നിട്ട് 2 സ്റ്റെപ്പ് പിന്നിലേക്ക് വന്നിട്ട് ആ 5 വയസ്സുകാരി ആ കുസൃതി ഇങ്ങനെ പറഞ്ഞു, അച്ചോ, അച്ഛനെ കുറിച്ച് കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. പിൻ ഡ്രോപ്പ് സൈലന്റാ. അച്ഛനെ കുറിച്ച് കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ആൾക്കാർ ഞെട്ടി, മാതാപിതാക്കളെ പറഞ്ഞു, ഹേ വായാടി, മിണ്ടല്ലേ എന്ന് പറഞ്ഞ് അപ്പനും അമ്മയൊക്കെ ആ കൊച്ചിനെ പിന്നിലേക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞ്, കർത്താവല്ലേ പറഞ്ഞേ? കുഞ്ഞു പറഞ്ഞേ, അച്ഛനെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞെന്ന് കുഞ്ഞു പറഞ്ഞേ. ഉടനെ 5 വയസ്സുകാരി ഇപ്രകാരം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഈ അടുത്ത കാലത്തായി അച്ഛന് കുറച്ച് നെകളമുണ്ട്. അടുത്ത ഞായറാഴ്ച ഞാൻ ചർച്ചിലേക്ക് കയറി ചെല്ലുമ്പോൾ 5 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കനോ പെണ്ണോ വന്നിട്ട്, എടോ സുരേഷ് ബാബു, ഈ ഇടയായി തനിക്ക് കുറച്ച് നെകളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് എങ്ങനെ ഇരിക്കും? ധോണി മറ്റേ ഹെലികോപ്റ്റർ ഷോട്ട് അടിച്ച് പുറത്ത് കളയത്തില്ലേ, അതുപോലെ പറഞ്ഞ ആ കൊച്ചിനെയും അതിൻ്റെ കുടുംബത്തെയും നമ്മൾ അടിച്ച് പുറത്ത് കളയും. പക്ഷേ ഈ അച്ഛൻ ചെയ്ത കാര്യം പറയട്ടെ, 10,000-കണക്കിന് ആൾക്കാർ നോക്കിയിരിക്കേ ലോകേട്ട അച്ഛൻ ആ മണ്ണിൽ മുട്ടുമടക്കി. എന്നിട്ട് ആ കൊച്ചിനോട് പറഞ്ഞു, ആ കുഞ്ഞിനോട് പറഞ്ഞു, മോള് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചേ. 5 വയസ്സുകാരി മോള് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചേ. കൊച്ചു പ്രാർത്ഥിച്ചു, നഴ്സറി പ്രാർത്ഥന. കർത്താവേ, ഈ അച്ഛൻ്റെ മേലുള്ള എല്ലാ നെകളത്തെ അങ്ങ് മാറ്റണമേ. എന്താണ്? യേശുവേ, ഈ അച്ഛൻ്റെ മേലുള്ള എല്ലാ നെകളത്തെ അങ്ങ് മാറ്റണമേ. തൊട്ടടുത്ത് അച്ഛൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അറിഞ്ഞായിരിക്കാം അറിയാതെ ആയിരിക്കാം അടിയൻ്റെ മേലുള്ളതായ സകല നികള സ്വഭാവത്തെ അവിടെ നിന്ന് മാറ്റണമേ. എപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചോ, നല്ല നീലാകാശമായിരുന്നു അന്ന്, കാർമേഘ ഇല്ലാത്ത ദിവസം. പക്ഷെ എപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചോ അപ്പോൾ ഒരു ഇടിനാദം മുഴങ്ങി. കാർമേഘമില്ലാതെ ഇടിനാദം ഉണ്ടാകാം. ഒരിക്കൽ ആ നീലാകാശത്തിൽ അപ്പോൾ ഒരു ഇടിനാദം മുഴങ്ങി. ആ പ്ലാറ്റ്ഫോമിൻ്റെ ചുറ്റും 40 ഭ്രാന്തന്മാരെ കെട്ടിയിട്ടിരുന്നു. ആ 40 ഭ്രാന്തന്മാർ ഒരുമിച്ച് അലറിയാണ് ഇടിനാദം കേട്ടപ്പോൾ. ആ 40 ഭ്രാന്തന്മാർ ഒരുമിച്ച് അലറി. അവിടെ നിന്ന് ഭൂതം പുറത്തു പോയി. ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ സൂപ്പർ സ്റ്റാർ ആകാൻ നോക്കല്ലേ. ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ സൂപ്പർ സ്റ്റാർ ആകാൻ നോക്കല്ലേ. ദൈവസഭയിൽ അമിതാഭ് ബച്ചന്മാരില്ല, ദൈവസഭയിൽ രജനീകാന്ത് ഇല്ല, ദൈവസഭയിൽ മമ്മൂട്ടി ഇല്ല. കണ്ടോ, അതിനാണ് കൂടുതൽ സ്തോത്രം വന്നേ. കാരണം വേറെ ഭാഷ പറഞ്ഞിട്ട് അധികമല്ല. ദൈവസഭയിൽ സൂപ്പർ സ്റ്റാർ ഇല്ല. ദൈവസഭയിൽ ഒരൊറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, അവൻ്റെ പേര് കർത്താവ് യേശുവാണ്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞോ അവിടെ. അതുകൊണ്ട് എത്രത്തോളം ദൈവമക്കളെ നമ്മൾ കുറച്ചുകൂടെ താഴുവോ അത്രത്തോളം ദൈവത്തിന് നമ്മെ ഉപയോഗിപ്പാൻ തക്കവണ്ണം കഴിയും. സകല നിഗളങ്ങളും വ്യാജഭാവങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി പുറത്തു പോകട്ടെ. ഞാൻ നിർത്തുക. സ്തോത്രം. അവസാനമായി നോക്കുമ്പോൾ ഇവിടെ വേദപുസ്തകം പറയുന്നു, അതെ, പുത്രത്വത്തിൻ്റെ ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്, ദാസത്തിൻ്റെ ആത്മാവല്ല. എല്ലാവരും പറഞ്ഞാട്ടെ, പുത്രത്വത്തിൻ്റെ ആത്മാവ്. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ. എന്താ പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ? എന്താ പുത്രത്വത്തിൻ്റെ ആത്മാവ്? കേക്ക്. സ്തോത്രം. പഴയ നിയമത്തിൽ ദൈവത്തിന് എല്ലാവരും ദാസന്മാരായിരുന്നു. ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ എല്ലാവരും ദാസന്മാരായിരുന്നു. പക്ഷേ പഴയ നിയമത്തിൽ ദൈവത്തിന് ഒരേ ഒരു പുത്രനെ ഉണ്ടായിരുന്നു. ഉള്ളവൻ്റെ പേരാണ് ആദാം. ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. ഞാൻ ആ ആദാം പാപം ചെയ്തപ്പോൾ അപ്പച്ചൻ നിലവിളിച്ചു, ആദാമേ നീ എവിടെ? അത് അപ്പച്ചൻ്റെ കരച്ചില്ല. ആദാം പാപം ചെയ്തപ്പോൾ ദൈവം കരഞ്ഞു. ആദാം പാപം ചെയ്തപ്പോൾ ദൈവം കരഞ്ഞു. നീ പാപം ചെയ്യുമ്പോൾ ദൈവം കരയുന്നു. നീ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ഉടയുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തെ ഞാൻ ഉടക്കത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. നീ അപ്പൻ്റെ ഹൃദയത്തെ തകർക്കുന്നവനാകല്ലേ, നീ അപ്പൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനാകണം. ആദാം പാപം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയെ നകന്നപ്പോൾ പിതാവായ ദൈവം നിലവിളിച്ചു. അകന്ന മനുഷ്യനെ
മനുഷ്യൻ പാപം ചെയ്ത് അകന്നപ്പോൾ, ആദാം പാപം ചെയ്ത് അകന്നപ്പോൾ ദൈവം നിലവിളിച്ചു. എന്നാൽ അകന്ന മനുഷ്യനെ അടുപ്പിപ്പാൻ പുത്രനായ ക്രിസ്തു ക്രൂശിന്മേൽ നിലവിളിച്ചു. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? അപ്പം നിലവിളി എപ്പോഴും കർത്താവിനാ. പിതാവ് നിലവിളിച്ചു, പുത്രൻ നിലവിളിച്ചു. പുത്രൻ നിലവിളിച്ചപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് മക്കളായി അടുത്തു. ദാസന്മാരായിട്ടല്ല അടുത്തത്, മക്കളായിട്ട് അടുത്തു. മനസ്സിലാക്കുന്ന നിങ്ങൾക്ക്? കർത്താവിൻ്റെ അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അധികാരം ലഭിച്ചു. മക്കളാകാൻ അധികാരം ലഭിച്ചു. ഈ ദാസൻ്റെ ആത്മാവും പുത്രൻ്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ എനിക്കൊരു 10 മിനിറ്റ് കൂടെ തരുമെങ്കിൽ കരങ്ങളൊന്ന് ചലിപ്പിച്ചേ. ഒരു 10 മിനിറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നോക്കിയ ദാസൻ എന്ന് പറയുന്നവൻ യജമാനൻ്റെ കയ്യിലേക്കാണ് നോക്കുന്നത്. ഞാൻ കാറ് കഴുകാൻ ഒരുത്തന്നെ വിളിച്ചെന്നിരിക്കട്ടെ, അവന് 150 രൂപ കൊടുക്കണമെന്നിരിക്കട്ടെ. കാറ് കഴുകിയിട്ട് പുള്ളി എൻ്റെ കൈ നോക്കിയിട്ട് ചോദിക്കും, കയ്യിൽ നോക്കിയിട്ട് ചോദിക്കും, സാറേ ഞാൻ പോട്ടാ. സുനി നീ പോ. സുനി എന്നാ അവൻ്റെ പേര്. സുനി നീ പൊക്കോ. പക്ഷെ വീണ്ടും അവൻ കൈ നോക്കിയിട്ട് ചോദിക്കും, സാറേ ഞാൻ പോട്ടാ. എടാ ഞാൻ നിന്നെ പിടിച്ചിട്ടില്ല, നീ പോ. ഇല്ല സാറേ ഞാൻ പോട്ടാ. അപ്പൊ ദാസൻ കയ്യിലേക്കാണ് നോക്കുന്നത്, പക്ഷെ മക്കള് മുഖത്തേക്കാണ് നോക്കുന്നത്. മക്കൾ നോക്കുന്ന അപ്പൻ്റെ അമ്മയുടെ കണ്ണിലേക്കാണ് നോക്കുന്നത്. ഒരിക്കൽ കൂടെ, ദാസൻ നോക്കുന്നത് കയ്യിലേക്കാണ്, മക്കൾ നോക്കുന്നത് അപ്പൻ്റെ കണ്ണുകളിലേക്കാണ്. നമ്മളെ പലപ്പോഴും സ്ഥിരം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദാസന്മാരുടെ കണ്ണ യജമാനന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ യജമാനത്തിന്റെ കയ്യിലേക്കും എന്നതുപോലെ കർത്താവേ ഞങ്ങൾ രാവിലെ 10 മണി മുതൽ ഇതാ 10 മണിക്കൂർ എന്ന് പറഞ്ഞ് തള്ളുകയാണേ. അപ്പൊ കർത്താവിന്റെ കയ്യിലേക്ക് നോക്കുന്നെങ്കിൽ നീ ദാസനാണ്. കയ്യിലേക്ക് നോക്കി താ താ എന്ന് പറയുന്നെങ്കിൽ ദാസനാണ്. കാക്ക എങ്ങനെ വിളിക്കുന്നത്? അത് പുറത്തുള്ള കാക്ക കാ കാ എന്ന് പറയുമ്പോൾ അകത്തുള്ള വിശ്വാസി താ താ എന്ന് പറയുക. പക്ഷെ ക്രിസ്തീയ ജീവിതം താ താ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് നോക്കുന്നതല്ല. ക്രിസ്തീയ ജീവിതം കയ്യെ തേടി നടക്കുന്നതല്ല. അത് കിട്ടും, ഇത് കിട്ടും, മറ്റേത് തരാം, ഇത് കിട്ടും. നോ, പ്രലോഭനമല്ല ക്രിസ്തീയ ജീവിതം, പ്രലോഭനമല്ല. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന റിലേഷനാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നമ്മൾ പറയണം, യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നും ഉള്ളത്. ഒരിക്കൽ കൂടെ, യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നും ഉള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവനെ. ഓ പെരുവെള്ളത്തിൽ ഇരച്ചിൽ അവൻ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഇതാണ് ദാസന്മാർ കയ്യിലേക്ക് നോക്കും. ദാസത്തെ ആത്മാവുള്ളവൻ അപ്പച്ചൻ്റെ ഖജനാവിലേക്ക് നോക്കി 3 7 21 താ 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 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പുത്രത്തിൻ്റെ ആത്മാവിൽ നിൽക്കുന്നവൻ അവൻ്റെ കയ്യിലേക്കല്ല നോക്കുന്നത്, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കും. യഥാർത്ഥ ജയിക്കുന്ന വിശ്വാസിയാണെങ്കിൽ അവൻ പറയും, തന്നാലും ദൈവത്തെ സ്തുതിക്കും, തന്നില്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ചില പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈവൻ നമ്മുടെ ചർച്ചിൽ ചിലതിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത് കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല. ചില കാര്യത്തിന് വേണ്ടി കാത്തിരുന്നു, ആ വിസ കിട്ടിയില്ല. ഏതോ വിവാഹം പെട്ടെന്ന് ഫിക്സ് ആകുമെന്ന് പറഞ്ഞു, പക്ഷേ അത് മുടങ്ങിപ്പോയി. അതുകൊണ്ട് 6 മാസം ദൈവത്തോട് കട്ടീസ്. 6 മാസം ദൈവത്തോട് കട്ടീസ്. ശരിയല്ലയോ ഞാൻ പറയുന്നേ?
തൊട്ടാവാടി 6 മാസം. പിന്നെ ഉണ്ടല്ലോ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയാ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ബാക്കി എനിക്ക് പറയാൻ താല്പര്യമില്ല മക്കളെ, അങ്ങനെ ഇരിക്കല്ലേ. കർത്താപ്പച്ചൻ്റെ കയ്യിലല്ല നമ്മൾ തേടുന്നത്. അവൻ തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി, എൻ്റെ തലയിലെ രോമങ്ങൾ എണ്ണിയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ തിന്മയ്ക്ക് ഒന്നും ചെയ്യത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനോ വേണ്ടി പ്രാർത്ഥിച്ച് കിട്ടിയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയായി പറയുന്നു, ആ സിറ്റി പാസഞ്ചറിനേക്കാൾ പിന്നാലെ വരുന്ന സൂപ്പർ ഫാസ്റ്റാണ് വേഗത്തിൽ നിന്നെ എത്തിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം നമുക്കറിയത്തില്ല, മറ്റേ ആ ലോക്കൽ ബസ് പോകുന്നതിനേക്കാൾ വേഗത്തിൽ എത്തിക്കുന്നത് സൂപ്പർ ഫാസ്റ്റിലാണ്. അർത്ഥം വേദപുസ്തകത്തിൽ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, പോയതിനേക്കാൾ ശ്രേഷ്ഠമായത് നീ എത്തുവാൻ വേണ്ടിയാണ് നിന്റെ ജീവിതത്തിൽ അത് നടക്കാതെ പോയത്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, കണ്ണിൽ നോക്കിയാട്ടെ, പെട്ടെന്ന് പറഞ്ഞേ. അപ്പച്ചൻ്റെ കണ്ണിലേക്ക് നോക്കിയാട്ടെ. അവൻ്റെ കയ്യിലേക്കല്ല നോക്കേണ്ടത്, അവൻ്റെ കണ്ണിലേക്ക് നോക്കിയാട്ടെ. അതാണ് പുത്രത്വത്തിൻ്റെ ആത്മാവ്. അപ്പോൾ 2 കൂട്ടരുണ്ട്, 2 കൂട്ടർ. ഒന്ന് രക്ഷിക്കപ്പെടാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ. 2 സ്തോത്രം, മരണത്തിൻ്റെ പ്രമാണം, ജീവൻ്റെ പ്രമാണം. അത് ആത്മീയ മനസ്സുള്ളവർ, ജഡത്തിൻ്റെ മനസ്സുള്ളവർ. 2 ആത്മാവുള്ളവർ, ദാസൻ്റെ ആത്മാവുള്ളവർ, പുത്രത്തിൻ്റെ ആത്മാവുള്ളവർ. സ്തോത്രം, 2 കൂട്ടരുണ്ട്. കഷ്ടതയിൽ ജയിക്കുന്നവർ, കഷ്ടതയിൽ തോൽക്കുന്നവർ. 18-ാം വാക്യം നിർത്തി. ശബ്ദം ഉയർത്തി വീട്ടിൽ പറയുന്ന പോലെ എല്ലാവരും പറഞ്ഞോട്ടെ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ശക്തിയോടെ യൂട്ടി മുഴക്കത്തോടെ പറ, കഷ്ടങ്ങൾ സാരമില്ല. ഒരിക്കൽ കൂടെ, കഷ്ടങ്ങൾ സാരമില്ല. അപ്പൊ ജയിക്കുന്ന ക്രിസ്ത്യാനി കഷ്ടതകളെ ജയിക്കുന്നവരാണ്. യേശു അപ്പച്ചൻ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കഷ്ടതകൾ തോൽക്കുന്നവരുണ്ട്, കഷ്ടതകൾ ജയിക്കുന്നവരുണ്ട്. ജയിക്കുന്ന ക്രിസ്ത്യാനി എല്ലാ കഷ്ടതകളെ ജയിച്ചിരിക്കുക. ഹല്ലേലൂയ. സഭയിൽ വന്നിരിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട് കേട്ടോ. 3 തരത്തിൽ വിശ്വാസികളുണ്ട്. ഒന്ന് മെഴുക് വിശ്വാസി, മറ്റൊന്ന് ചെമ്പ് വിശ്വാസി, 3 സ്വർണ്ണ വിശ്വാസി. സ്തോത്രം പറഞ്ഞാട്ടെ, എന്തൊക്കെയാണ്? മെഴുക്, 2 ചെമ്പ്, 3 സ്തോത്രം സ്വർണം. ഈ 3 കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്. സ്തോത്രം. ഇത് 3ഉം കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ഞാൻ തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഒരു ഉച്ചയായപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് മീറ്റിംഗ്. അപ്പോൾ എവിടെ പോയാലും ഞാൻ സാധാരണ സൈറ്റ് സീയിങ്ങിന് പോകത്തില്ല. അവരെന്നെ നിർബന്ധിച്ചു. അവിടുത്തെ വലിയൊരു ഹോട്ടൽ, 5 സ്റ്റാറിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ തൊട്ടടുത്ത് അതാണ്ട് ആ കാണുന്ന ആ ബിൽഡിംഗ് വലിയൊരു വാക്സ് മ്യൂസിയമാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ വാക്സ് മ്യൂസിയങ്ങളിലൊന്നാണ്. താല്പര്യമില്ല എൻ്റെ, പക്ഷേ എൻ്റെ കൂടെ 2 വേറെ രാജ്യത്തിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ഫോർ ദെയർ സേക്ക്, അവർക്ക് വേണ്ടി ഞാൻ കടന്നുപോയി. അവിടെ പോയപ്പോഴേക്കും എല്ലാ VIP-കളും അവിടെയുണ്ട്. എല്ലാ VIP-കളും ഞാൻ അവിടെ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി കണ്ടു. ഞാൻ സെൽഫി എടുത്തു. ഡേവിഡ് ബെക്കാം എന്ന ഫുട്ബോളറുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ അവിടെ വെച്ച് കണ്ടു. മഹാത്മാഗാന്ധി അവിടെയുണ്ട്, ഇന്ദിരാഗാന്ധി അവിടെയുണ്ട്. കണ്ടാൽ എല്ലാവരും ഒറിജിനലാണെന്നേ പറയത്തുള്ളൂ. എല്ലാവരും ഒരു റൂമിനകത്ത് താമസിക്കുക. അമേരിക്കയുടെ 1ാമത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ അതിനകത്തുണ്ട്. കണ്ടാൽ എല്ലാവരും ഒരുപോലെ. പക്ഷേ കുറച്ച് തീ വീണാലുണ്ടല്ലോ, എന്നെ തീയിലൂടെ കടത്തി വിട്ടാലേ അത് കാണത്തില്ല. ഇതാണ് വാക്സ് വിശ്വാസി. കയ്യടിയുണ്ട്, സ്തോത്രമുണ്ട്, ഞായറാഴ്ച ചർച്ചിലുണ്ട്, പക്ഷെ ഒരു കഷ്ടത വന്നാൽ നീ കാണത്തില്ല. ടീം. ഇനി വേറൊരുത്തനുണ്ട്, സ്തോത്രം. അതെ, ചെമ്പ്, കോപ്പർ. ചെമ്പെന്നാണോ പറയുന്നത് ഇവിടെ? ചെമ്പെന്നാണോ പറയുന്നത്? കൊല്ലത്തെ ചെമ്പെന്നാണോ പറയുന്നത്? ചെമ്പ്. അവൻ ഈ കഷ്ടതയുടെ തീച്ചുള്ളിയുടെ ഒരു പോയാലുണ്ടല്ലോ, കഷ്ടതയിലൂടെ കയറി കറുത്തേ കാണിയതുള്ളൂ. കറുത്തിരിക്കും. അവൻ ക്രൈസിസ് കഴിയുമ്പോൾ കറുത്തിരിക്കും. പക്ഷെ ഇന്ന് രാത്രി കഷ്ടതയെ ജയിക്കുന്ന വിശ്വാസി വാക്സ് അല്ല, കറുത്തു പോകുന്ന ചെമ്പല്ല. നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ എങ്ങനെ പുറത്തു വരും? പൊന്നുപോലെ പുറത്തു വരും. യോബ് 23:10, ഞാൻ സ്വർണ്ണത്തെ പോലെ പുറത്തു വരും. അതുകൊണ്ട് തിളങ്ങുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ, നോക്കി കണ്ണ് തുറന്ന് കേൾക്ക്. തിളങ്ങുന്ന
തിളങ്ങുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ അവൻ വന്നത് സെമിനാരിയിൽ നിന്നല്ല, അവൻ വന്നത് സെമിനാർ കഴിഞ്ഞിട്ടുമല്ല, സെമിനാരിയുമല്ല നിന്നെ തിളക്കുന്നത്, ലൈഫിൻ്റെ തീച്ചൂളയിൽ നിന്ന് കടന്നു വരുന്നവനാണ് ദൈവത്തിൻ്റെ കൃപയാൽ തിളങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ജയിക്കണമെന്നാണ്. സകല തീയെയും നിങ്ങൾ ജയിക്കുന്നവരായിരിക്കും. സകല തീയെ ജയിക്കുക. 2 മിനിറ്റ് ഞാൻ നിർത്തി. എൻ്റെ ദൈവമേ, ഇതെന്തൊരു ചർച്ച! സ്തോത്രം. ഇത്രയും പ്രസംഗിക്കണമെന്ന് വിചാരിച്ചതല്ല. ഹല്ലേലൂയ. സ്തോത്രം. 6ാമത്തെ ക്വാളിറ്റി പറയട്ടെ. 26ാം വാക്യം റോമർ സ്തോത്രം 28ാം വാക്യം. റോമർ 8:28. നോ 28 അല്ല, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. 26ാം വാക്യം ഓക്കെ. സ്തോത്രം. നോക്കിക്കേ, 2 പ്രാർത്ഥനകളെ അവിടെ കാണുവാൻ തക്കോണം കഴിയും. ഒന്ന് ആത്മാവിൻ്റെ പ്രാർത്ഥന, 1 കൊരിന്ത്യർ 14 നിന്നുകൂടെ കടമെടുത്ത് ഞാൻ പറയട്ടെ. മറ്റൊന്ന് ബുദ്ധിയുടെ പ്രാർത്ഥന. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധിയിലും പ്രാർത്ഥിക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിക്കും? പിന്നെ ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ. എന്നാൽ ജയിക്കുന്ന ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവന് സ്തോത്രം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളുടെ കരങ്ങളെ ഉയർത്തിയാണ്. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല ദൈവമക്കൾ എങ്ങനെ പ്രാർത്ഥിക്കും? ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. ശക്തിയോടെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ പറയട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷകൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. അന്യഭാഷകൾ നിങ്ങൾ ദൈവകൃപയാൽ പ്രാർത്ഥിക്കും. ശക്തിയോടെ നിങ്ങൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കൃത്യമായി പ്രവചിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നിങ്ങൾ സ്തോത്രം ചലിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ കാറ്റായി, ദൈവത്തിൻ്റെ കാട്ട് തീയായി നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്തോത്രം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. കമാൺ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ദൈവകൃപയെ ഞാൻ ആത്മാവിലാണ് പ്രാർത്ഥിച്ചു വന്നത്. അതെ, ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ, ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ദാറ്റ് മീൻസ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ലജ്ജിക്കല്ല. പറഞ്ഞേ. യെസ്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ലജ്ജിക്കല്ല. അപ്പോസ്തലപ്രവൃത്തി 2:4 നിങ്ങൾ വായിക്കുമ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. സൂപ്പർ നാച്ചുറൽ റിലം ഓപ്പണായി, പ്രകൃത്യാധീനമായ കാര്യങ്ങൾ അവർക്കായി തുറക്കപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 28 അധ്യായത്തിലും പ്രകൃത്യാധീനമായ വൻ കാര്യങ്ങൾ ദൈവം അവർക്കായി ചെയ്തു. സഭ എന്ന് പറയുന്നത് 5 പോയിന്റ് അല്ല, 7 പോയിന്റ് അല്ല. സഭ എന്ന് പറയുന്നത്, ദൈവമക്കൾ എന്ന് പറയുന്നത്, അഭിഷിക്തർ എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയുന്നത് നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറലാണ്. ഒരിക്കൽ കൂടെ, സഭ എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയുന്നത് നാച്ചുറൽ അല്ല, അത് സൂപ്പർ നാച്ചുറൽ ആണ്. പക്ഷേ അതെങ്ങനെയാണ് നിങ്ങൾക്ക് പ്രാപിപ്പാൻ കൊണ്ട് കഴിയുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ. കേട്ടോ? റാമയും പറഞ്ഞു മക്കളെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. പഴയ നിയമത്തിൽ ആരും അന്യഭാഷ പറഞ്ഞില്ല, പക്ഷെ ഒരാൾ അന്യഭാഷ വായിച്ചു. ഒരിക്കൽ കൂടെ പറയാം. പഴയ നിയമത്തിൽ ആരും അന്യഭാഷ പറഞ്ഞില്ല, പക്ഷെ ഒരാൾ അന്യഭാഷ വായിച്ചു. ആരാ വായിച്ചേ? ദാനിയേൽ വായിച്ചു. 4 വാക്കുകളെ താൻ വായിച്ചു. മെനെ തെക്കേ റൂഫാസീർ. മെനെ തെക്കേ റൂഫാസീർ. ദൈവമാണ് എഴുതിയത്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അവനെ എഴുതാനും വായിക്കാനും വളരെ നന്നായിട്ട് അറിയാം. 10 കൽപ്പനയെ കർത്താവ് എഴുതി കൊടുത്തു മോശയ്ക്ക്. വീണ്ടും 2ാമത് ഒരിക്കൽ കൂടെ കർത്താവ് എഴുതി കൊടുത്തു. വീണ്ടും പുതിയ നിയമത്തിൽ വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ കല്ലെറിയുവാൻ വന്നതായ സ്ത്രീയുടെ സ്തോത്രം കൊണ്ടുവന്നപ്പോൾ അവൻ നിലത്തെഴുതി. അവൻ എഴുതുന്ന കർത്താവാണ്. യേശുവിന് എഴുതാനറിയാം. ഇനി ലൂക്കോസ് സുവിശേഷം 4:18 സ്തോത്രം ദേവാലയത്തിൽ വന്ന യെശയ്യാ പ്രവചനം എടുത്ത് അവൻ്റെ മുമ്പിൽ വെച്ചു. 61 അധ്യായം ഗംഭീരമായിട്ട് കർത്താവ് വായിച്ചു. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് വായിക്കാനും അറിയാം, എഴുതാനും അറിയാം. എൻ്റെ കർത്താവിന് എഴുതാനും അറിയാം. എഡ്യൂക്കേഷനുള്ള കർത്താവാണ്. വിവരമില്ലാത്തവനല്ല എൻ്റെ അപ്പച്ചൻ, അവൻ വിവരമുള്ളവനാണ്. അവൻ എഴുത്തും വായനയും അറിയാവുന്നവനാണ്.
ഹല്ലേലൂയ. സോ അവൻ എഴുതി 4 വാക്ക്. മെനെ മെനെ തെക്കെ റൂഫാസീൻ. ക്ഷീണിച്ചോ നിങ്ങൾ? ഉറക്കം വരുന്നോ? രാത്രി മുഴുവൻ പ്രസംഗിക്കട്ടോ? ആരോ ഞെട്ടി, ഉറങ്ങി വന്ന അവർ ഞെട്ടി. ഓക്കെ, നിർത്തി, 1 മിനിറ്റ്. സ്തോത്രം. 4 വാക്ക് കർത്താവ് എഴുതി. മെനെ മെനെ തെക്കെ റൂഫാസീൻ. അത് ആ രാജ്യത്തിൻ്റെ, ആ രാജാവിൻ്റെ മാത്രമല്ല, അത് ആ രാജാവിൻ്റെ മാത്രമല്ല, ആ സാമ്രാജ്യത്തിൻ്റെ ഡിസ്മിസ് ലെറ്ററാണ് ദൈവം എഴുതിയത്. ഒരിക്കൽ കൂടെ, ആ രാജാവിൻ്റെ മാത്രമല്ല, ആ സാമ്രാജ്യത്തെ തന്നെ ഡിസ്മിസ് ലെറ്ററാണ് ദൈവം എഴുതിയത്. മെനെ മെനെ തെക്കെ റൂഫാസീൻ. ആര് വായിച്ചു? ദാനിയേൽ വായിച്ചു. ദാനിയേൽ വായിച്ചു. ചിന്തിച്ചാട്ടെ, ആത്മാവാം ദൈവം നിങ്ങൾക്ക് അതിന് പ്രകാശനം നൽകട്ടെ. നമ്മൾ തുടർന്ന് 10 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിക്കാൻ പോവാ. വലിയ വിടുതൽ ഈ ദേശത്തെ ദൈവകൃപയാൽ ഉണ്ടാകാൻ പോവാ. ഈ ദേശത്തിൻ്റെ പേരെന്താ? ചക്കുവരക്കൽ. ഇല്ലാത്ത സകല ദുഷ്ടബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് എരിഞ്ഞ് ചാരമാകണം. കാരണം ദാനിയേലേ, നീ പറഞ്ഞപ്പോൾ നടന്ന ഒരു കാര്യമുണ്ട്, കേക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ദാനിയേൽ പറഞ്ഞു മെനെ മെനെ തെക്കെ റൂഫാസീൻ. ആ കൈയെഴുത്തിനെ ദാനിയേൽ വായിച്ചു. ദാനിയേൽ മെനെ മെനെ തെക്കെ റൂഫാസീൻ പറഞ്ഞിട്ട്, ഓ കിങ്, രാജാവേ, ഗുഡ് നൈറ്റ്. ചെന്ന് കിടന്ന് ദാനിയേൽ ഉറങ്ങി കാണാം. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ അവിടെ സംഭവിച്ചത്? ദാനിയേൽ അത് പറഞ്ഞപ്പോഴേക്കും ദാര്യാവേസിൻ്റെ സൈന്യം ബാബേലിലേക്ക് മാർച്ച് ചെയ്ത് കയറി. ദാനിയേൽ വായിച്ചത് ബാബേൽ സംസ്ഥാനത്ത്, പക്ഷേ ദാനിയേൽ ഉറങ്ങിയത് ബാബേൽ സംസ്ഥാനത്ത്. ദാനിയേൽ ഉണർന്നത് മേദോ പേർഷ്യൻ സംസ്ഥാനത്ത്. അവൻ ഉറങ്ങിയത് ഒരു സാമ്രാജ്യത്തിൽ, അവൻ ഉണർന്നെഴുന്നേറ്റത് വേറൊരു സാമ്രാജ്യത്തിൽ. മനസ്സിലാകുന്ന നിനക്ക്? മനസ്സിലായോ? അതിൻ്റെ പേരാണ് അന്യഭാഷയുടെ ശക്തി. നേരെ ചൊവ്വ അന്യഭാഷ പറഞ്ഞുണ്ടല്ലോ, ഇന്ത്യ മാറിയിരിക്കും. നേരെ ചൊവ്വ അന്യഭാഷ പറഞ്ഞാലേ കേരളം മാറിയിരിക്കും. ഒരിക്കലും മന്ത്രവാദിയല്ല ടേക്ക് ഓവർ ചെയ്യുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ദേശത്തിൽ വ്യാപരിക്കുന്ന നൂറ്റാണ്ടുകളായി, ദിസ് ഈസ് വെരി പവർഫുൾ. ഇതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളേക്ക് എത്രയോ ഒരുക്കി കൊണ്ടുവന്നത്. നമുക്ക് നൂറ്റാണ്ടുകളായി ഈ ദേശത്തെ കാവൽ നിൽക്കുന്ന കാവൽ മാടങ്ങളും കാവൽ ഭൂതങ്ങളും ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറുകയാണ്. യെസ് 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 യെസ്. കരങ്ങൾ അടിക്കേണ്ടവരെ ശക്തിയായി കരങ്ങൾ അടിച്ച്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവസാനത്തെ പോയിന്റ് ഞാൻ ലാസ്റ്റ് പറയാം. നോക്കിയേ, ദാരിവേശ് പറഞ്ഞു മെനെ മെനെ തെക്കെ റൂഫാസീൻ. അതുവരെ മക്കളെ, അതുവരെ ആർക്ക് പിടിക്കാൻ കഴിയത്തില്ല. ആർക്കും, ഒരു സൈന്യത്തിനും ഒരു രാജാവിനും ഒരു രാജാവിനും പിടിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു പട്ടണമായിരുന്നു ഈ ബാബേൽ പട്ടണം. ഈ ബാബിലോണിയ പട്ടണം ആർക്കും പിടിക്കാൻ കഴിയത്തില്ല. പക്ഷെ 4 അന്യഭാഷ ഒരുത്തം പറഞ്ഞപ്പോൾ സൈന്യം ഇരച്ചു കയറി. ബാബിലോണിയ സൈന്യമല്ല, അവരുടെ ശത്രുവിൻ്റെ സൈന്യം ഇരച്ചു കയറി. നിങ്ങൾക്കറിയാമോ, രക്തച്ചൊരിച്ചിലില്ലാതെ, യുദ്ധമില്ലാതെ ആ പട്ടണത്തെ കീഴ്പ്പെടുത്തി. അതാണ് അതിൻ്റെ ഗ്ലോറി. രക്തച്ചൊരിച്ചിലില്ലാതെ യുദ്ധം നടന്നില്ല. അന്ന് രാത്രി ബാബേൽ സ്തോത്രം രാജാവ് കൊല്ലപ്പെട്ടു. കാരണം എല്ലാവരും വെള്ളമടിച്ച് കിടക്കുകയല്ലോ. എനിക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. മനസ്സിലായോ? സ്തോത്രം. ഇവർക്ക് കാഷ്വാലിറ്റി ഇല്ലാതെ, ഞാൻ ദേവദാസന്മാരെ നോക്കി പറയട്ടോ, അവർക്ക് കാഷ്വാലിറ്റി ഇല്ലാതെ, അവർക്ക് ഛേദമില്ലാതെ, അവരുടെ ഒരു സൈന്യം പോലും കൊല്ലപ്പെടാതെ ദാരിയവേശ് ആ പട്ടണത്തെ കീഴ്പ്പെടുത്തിക്കാണ്. കാരണം സൈറസിന്റെ കോരേശിന്റെ അങ്കിളാണ് സ്തോത്രം ദാരിയവേശ്. ദൈവത്തിന് അഭിഷിക്തനാണ് കോരേശ്. അവനൊരു ഛേദവുമില്ലാതെ, അവൻ്റെ സൈന്യത്തിന് ഛേദമില്ലാതെ അവർ ബാബേലിനെ സ്തോത്രം കീഴ്പ്പെടുത്തി. അല്ലേ? ചരിത്രം നിങ്ങൾ ബൈബിൾ കോളേജ് പഠിക്കുന്നതാ. ഇന്ന് നെയ്മച്ചി എനിക്ക് പറവാനുള്ള ദൂത് ഇതാണ്. ദൈവമക്കളെ, ദേവദാസന്മാരെ, നിങ്ങൾ ഒത്തിരി യുദ്ധം കണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം വന്നേ. നിങ്ങൾ ഒത്തിരി യുദ്ധം കണ്ട, ചർച്ചിനകത്തും ചർച്ചിന് പുറത്തുള്ള ഒത്തിരി യുദ്ധം കണ്ടാണ് നിങ്ങൾ കയറിയത്. എന്നാൽ ഇന്ന് രാത്രി ആത്മാർത്ഥമായി ഈ ദൂത് ഞാൻ കൈമാറുകയാണ്. ഇനി നിനക്ക് ഛേദമില്ലാതെ നിന്റെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ,
കമാൻ. ഛേദമില്ലാതെ ഏറ്റവും വലിയ ജയം, ഛേദമില്ലാതെ ഏറ്റവും വലിയ ജയം ദൈവകൃപയാൽ നിങ്ങൾ പ്രാപിപ്പാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവരുടെ ശബ്ദം ഉയർത്തി ശക്തിയോടെ 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 അധരങ്ങളെ തുറന്ന് ആരാധിച്ചു നിന്ന് യേശുവിന്റെ രക്തത്താൽ ജയം. കമാൻ, കരങ്ങൾ അടിച്ച് വാ തുറന്ന് അന്യഭാഷ പറഞ്ഞ് കരങ്ങളെ അടിച്ചു